അപ്പൊ ഇന്ന് നമുക്ക് ഈ ഒരു മാർച്ച് മാസത്തില് ഐശ്വര്യ മാഡം നേരത്തെ പറഞ്ഞു നമുക്ക് ഈ ഒരു മാർച്ച് മാസം എങ്ങനെ ഫ്രൂട്ട്ഫുൾ ആക്കാം, അല്ലെങ്കിൽ എങ്ങനെ നല്ല അച്ചീവ്മെന്റുകൾ കൊണ്ടുവരാം. നമുക്കറിയാം അച്ചീവ്മെന്റ്, എന്ത് അച്ചീവ്മെന്റ് വരണമെങ്കിലും നമ്മുടെ താഴെ എന്ത് വരണം? പി വി, പി വി, പി വി, പി വി കൂടണം, പി വി കൂടണം, പി വി കൂടണം. താഴെ അച്ചീവ്മെന്റുകൾ, നമ്മുടെ ടീമിൽ അച്ചീവേഴ്സ് വരണം, ബിഗിനേഴ്സ് വരണം, സ്റ്റാർട്ടർ വരണം, ഓപ്പണർ വരണം. അങ്ങനെ ഓരോ ലെവലിലുള്ളവരും വരുമ്പോഴാണ് നമ്മുടെ ടീം വലുതാവാൻ, നമ്മുടെ ലെവൽ കയറുന്നത്, അതുപോലെ ഗ്രോത്തിലേക്ക് വരുന്നത്. അപ്പൊ ഗ്രോത്തിലേക്ക് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയാം. പി വി കൂടുതലാണ്. പി വി കൂടണമെങ്കിൽ ഒറ്റ വഴിയേ ഉള്ളൂ, പ്രൊഡക്റ്റ് മൂവ് ചെയ്യണം. പ്രൊഡക്റ്റ് മൂവ് ചെയ്യാനുള്ള വഴികൾ, ഒന്ന് സെയിലാണ്, രണ്ട് നമ്മൾ ഹോം മീറ്റിങ്ങുകൾ നടത്തുമ്പോൾ ഒരുപാട് പേര് അതിനകത്ത് ജോയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഡിസ്കൗണ്ട് കാർഡ് എടുക്കാൻ, അല്ലെങ്കിൽ ഇതിലേക്ക് അസോസിയേറ്റ് ചെയ്യാൻ താല്പര്യം കാണിച്ചു വരും. അവർ കസ്റ്റമേഴ്സ് ആയിട്ട് മാറും. അവർ സ്ഥിരം കസ്റ്റമർ ആയിട്ട് മാറുമ്പോൾ നമുക്ക് കൺസിസ്റ്റന്റ് കസ്റ്റമേഴ്സിന് കിട്ടും. അവർ വീട്ടിലേക്ക് സാധനങ്ങൾ ഉപയോഗിക്കും. ചിലരെങ്കിലും അതിൻ്റെ ബിസിനസ് ആസ്പെക്റ്റ് ഏറ്റെടുത്ത് ബിസിനസ്സിലേക്ക് വരും. പിന്നെ ചിലർക്ക് സെയിലിലൂടെയുള്ള വരുമാനം, സെയിൽ ചെയ്ത് എല്ലാ ദിവസവും സെയിൽ ചെയ്യുന്നവരുടെ കയ്യിൽ എപ്പോഴും പൈസ ഉണ്ടാവും. കാരണം നമുക്ക് സെയിൽ ചെയ്യുമ്പോൾ സാധനം വാങ്ങുന്നു, സെയിൽ ചെയ്യുന്നു. ഞാനൊക്കെ 25,000 പി വി ഒരു 22 മാസം മുടങ്ങാതെ ചെയ്ത സമയത്ത്, തുടക്കത്തിൽ ചെയ്ത സമയത്ത് എന്നും നമ്മുടെ കയ്യിൽ സെയിൽ ചെയ്യുന്ന പൈസ ഉണ്ടാവും. അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ നമ്മുടെ പൈസ ഉണ്ടാവൽ മാത്രമല്ല, നമ്മുടെ പ്രൊഡക്റ്റിന് പി വി കിട്ടൽ മാത്രമല്ല, നമ്മുടെ സ്കിൽസ് അപ്ഡേറ്റഡ് ആവും. സ്കിൽസ് അപ്ഡേറ്റ് ചെയ്യാനുള്ള പ്രധാനപ്പെട്ട വഴി സെയില്, സെയില്, സെയില്. കാരണം ഒരുപാട് അപരിചിതരായ ആളുകളിലേക്ക് നമ്മളെത്തും, ഫീൽഡിലേക്ക് നമ്മൾ ഇറങ്ങും, നമ്മുടെ മടി മാറും, നമ്മുടെ ചളിപ്പ് മാറും, പറയാനുള്ള ഒരു ബുദ്ധിമുട്ട് മാറും, പ്രോഡക്റ്റുകളെ പറ്റി പഠിക്കാൻ നമ്മൾ തയ്യാറാവും. കാരണം നമ്മൾ ഫീൽഡിൽ ഇറങ്ങുന്ന സമയത്ത് റൈസ് ബ്രാൻ ഓയിലിനെ പറ്റി പറയുമ്പോഴാണ് നമ്മൾ ക്ലാസ് കേട്ട്, ഡോക്ടർ രാജൻ സാറിന്റെ ക്ലാസ് കേട്ട് നമ്മൾ വളരെ സ്പിരിറ്റിൽ അവിടെ വന്ന് പറയുമ്പോഴായിരിക്കും ഒറ്റ ചോദ്യം, ബലൂണുമ്പോ സൂചി കുത്തണ പോലെ, ഇതിന് മാത്രം തവണ എവിടെ നിന്നാന്ന്. ആ ചോദ്യത്തിൽ നമ്മുടെ കാറ്റ് പോവും. അങ്ങനെ കാറ്റ് പോയി കഴിയുമ്പോൾ നമ്മൾ ശരിയാണല്ലോ എന്ന് ഒലിച്ച് തിരിച്ചു വരുമ്പോൾ അടുത്ത ദിവസം നമ്മൾ ഇത് പഠിച്ചു പോകും. നമ്മൾ സീനിയേഴ്സിനെ വിളിക്കും, അല്ലെങ്കിൽ നമ്മൾ അതിനകത്ത് ഗൂഗിളിലോ അല്ലെങ്കിൽ നമ്മുടെ എന്താ പറയുക സൈറ്റിൽ, ആപ്പിലോ ഒക്കെ ചെക്ക് ചെയ്ത് ഇതെന്താണ്, ഇതെങ്ങനെയാണ് എന്ന് മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇറങ്ങും. കാരണം റൈസ് ബ്രാൻ ഓയിൽ ഹെൽത്ത് ഗാർഡ് തന്നെയാണ്, നമുക്കറിയാം, ആരോഗ്യ സംരക്ഷക എണ്ണ. പക്ഷെ അത് ആളുകളിലേക്ക് എങ്ങനെ പറഞ്ഞു കൊടുക്കുമെന്ന് നമുക്കറിയില്ല. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ പഠിക്കാൻ തയ്യാറാവും. അപ്പൊ സെയിൽസ് എന്ന് പറയുന്നത് ഒരാളെ അടിമുടി ട്രാൻസ്ഫോം ചെയ്യും. സെയിലിന് ഇറങ്ങുമ്പോൾ നമ്മുടെ ട്രാൻസ്ഫോർമേഷൻ, നമ്മൾ സംസാരിക്കുമ്പോൾ, ഇപ്പൊ നമ്മൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവർ തന്നെ നമ്മളോട് പറയും, ഓ പഠിച്ചിട്ടാണല്ലോ വന്നേക്കണേ. ഇപ്പൊ ഞാൻ സെയിലിന് ഇറങ്ങുമ്പോൾ പലരും കാര്യങ്ങൾ സംസാരിക്കുമ്പോൾ പറയാറുണ്ട് പലരും, ഓ നല്ലോണം പഠിപ്പിച്ച് വിട്ടിട്ടുണ്ടല്ലേ, നല്ല ട്രെയിനിങ് കിട്ടുന്നല്ലേ ഉണ്ടല്ലേ, നല്ല ക്ലാസ് കിട്ടുന്നുണ്ടല്ലേ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ പറയും തീർച്ചയായിട്ടും ഞങ്ങൾക്ക് ക്ലാസ്സുകളുണ്ട്, ഞങ്ങൾ ഇതിനെപ്പറ്റി പഠിക്കുന്നുണ്ട്, ഞങ്ങളിത് ഉപയോഗിക്കുന്നുണ്ട്, ഉപയോഗിച്ച് റിസൾട്ട് കിട്ടുന്നുണ്ട്. അതാണ് നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നത്. പക്ഷെ ഉപയോഗിക്കണോ വേണ്ടെന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. അതും കൂടി പറയും. ഞാൻ ഇതൊക്കെ പറയുന്നു, നിങ്ങൾക്കത് ഗുണകരമാകുന്നു എനിക്കറിയാം. പക്ഷെ നിങ്ങൾക്കത് ചിലപ്പോൾ ഇപ്പൊ തിരിച്ചറിയാം, ചിലപ്പോൾ പിന്നീട് ഒരിക്കലായിരിക്കാം തിരിച്ചറിവ് വരുന്നത്. പക്ഷെ എത്രയും നേരത്തെ തിരിച്ചറിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. അപ്പൊ സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ ഒരിക്കലും മടി വിചാരിക്കരുത്. അതിനുവേണ്ടി ടാർജറ്റ് വെക്കുക. ടാർജറ്റ് വെച്ചാൽ നമ്മൾ മടിയില്ലാതെ ഇറങ്ങും. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് സെയിൽ ചെയ്യണം. ചിലർ പറയാണ്ട്, ഓ രാവിലെ പെട്ടെന്ന് വീട്ടിലെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ 10 മണിയായി, അപ്പൊ നല്ല വെയില്, എന്നാ പിന്നെ ഉച്ചയ്ക്ക് ചോറിനിട്ട് പോകാം, ചോറിന് കഴിയുമ്പോൾ ചായ കുടിക്കാം, ചായ കുടിച്ച് കഴിയുമ്പോൾ എന്നാ പിന്നെ ഇനി വെയിലായില്ലേ, വെയിലാറി, ഇനിയിപ്പോൾ വൈകിട്ടായി, കുട്ടികൾ സ്കൂളിൽ നിന്ന് വരും, അല്ലെങ്കിൽ ഭർത്താവ് ജോലി കഴിഞ്ഞവരും, എന്നാ ഇനി നാളെ തുടങ്ങാം. ഇങ്ങനെ ആവുന്നത് എന്തുകൊണ്ടാന്ന് വെച്ചാൽ ടാർജറ്റ് ഇല്ലാത്തതുകൊണ്ട്. സെൽഫ് ടാർജറ്റ് ഏറ്റെടുക്കുക. ഒരു ദിവസം 25,000 പി വി നമ്മൾ ഒരു മാസം ടാർജറ്റ് ചെയ്യുമ്പോൾ അതിനെ സിമ്പിളായിട്ട് ഡിവൈഡ് ചെയ്യാം. 4 ആക്കി ഡിവൈഡ് ചെയ്ത് 4 ആഴ്ചയിൽ, ഒരാഴ്ചയിൽ എത്ര പി വി ചെയ്യും? അപ്പോൾ ഒരു ഒരു 6 പി വി അല്ല 6,000 പി വി വെച്ച് ഒരാഴ്ച ചെയ്യുകയാണെങ്കിൽ 6 4 24,000 പി വി വന്നു. അതിൽ 6,000-ന് ഒരു ദിവസം എത്ര പി വി വേണം? അങ്ങനെ ഡിവൈഡ് ചെയ്യാം. അങ്ങനെ ഡിവൈഡ് ചെയ്ത് നമ്മൾ സെയിൽ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് നമ്മുടെ ടാർജറ്റ് അവസാനത്തെ ആഴ്ചയാകുമ്പോൾ 5,000 പി വി ചെയ്തിട്ടുണ്ട്, 10-ാം തീയതിക്കുള്ളിൽ 5,000 പി വി ചെയ്യണമല്ലോ ഡയമണ്ട് ക്ലബ്ബ്, അത് ചെയ്തിട്ടുണ്ട്. അപ്പോഴാണ് ലാസ്റ്റ് ആഴ്ച ഇനി 25-ലേക്ക് എങ്ങനെ എത്തും? 20,000 പി വിയും കൂടി ചെയ്യണം. അത് നടക്കില്ല. നമ്മളൊരു മല കയറണം എന്നുണ്ടെങ്കിൽ ദൂരേന്ന് നമ്മൾ വണ്ടിയിൽ വരുമ്പോൾ ആ മല ഭയങ്കര പൊക്കത്തിലാണ്. പക്ഷെ അടുത്ത് എത്തുമ്പോഴാണ് മനസ്സിലാവുന്നത് അവിടെ ഒരു മല ഉണ്ടോയെന്ന് തന്നെ നമുക്ക് സംശയമായിരിക്കും.
കാരണം നമ്മളിങ്ങനെ കയറി 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 അതിന്റെ ഉച്ചത്തിലെത്തി, പിന്നെ താഴേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ മലയുടെ മുകളിലാണ് നിൽക്കുന്നതെന്ന് തോന്നാം. എന്ന് പറഞ്ഞ മാതിരി നമ്മൾ സ്റ്റെപ്പ് വെച്ച് പതുക്കെ കയറുമ്പോൾ അതിന്റെ ഒരു ദൂരം നമുക്ക് ദൂരമായിട്ട് മാറില്ല. 25,000 PV ഒരിക്കലും ഒരു ബുദ്ധിമുട്ടായിട്ട് മാറില്ല. ഈ മാർച്ച് മാസത്തിൽ എല്ലാവരും 25,000 PV ചെയ്യാൻ ഒരു ദൃഢനിശ്ചയം എടുക്കാം. അതിന് നമുക്ക് സെയിലിന് ഇറങ്ങണം. ടീമിലുള്ളവരെ സെയിലിന് ഇറക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ സെയിലിനെ പറ്റി കുറച്ച് ട്രെയിനിങ്ങുകൾ അവർക്ക് പഠിപ്പിച്ചു കൊടുക്കുക. തീരെ മടിയുള്ളവരാണെങ്കിൽ ഒരു ദിവസവും 2 ദിവസം അവരുടെ കൂടെ വേണമെങ്കിൽ നമുക്ക് പോകാം. അവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാം. ഇങ്ങനെയാണ്, അറിയാത്ത വീട്ടിലേക്ക് ചെല്ലുമ്പോൾ ഇങ്ങനെയാണ് പറയേണ്ടത്. നമുക്ക് ഇപ്പോൾ പോകുന്ന വഴിയിലൊക്കെ നമുക്ക് ആളുകളോട് പ്രൊഡക്റ്റ് പറയാം. നമ്മൾ കാണുന്നവരോടൊക്കെ പറയാം, എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു, ഇപ്പോൾ പെട്രോൾ പമ്പിൽ നമ്മൾ ഇറങ്ങുമ്പോൾ എൻ്റെ കയ്യിൽ ഇങ്ങനെ ഒരു പേസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് പേസ്റ്റ് വേണോ? ആ പേസ്റ്റിന്റെ ഗുണം പറഞ്ഞു കൊടുക്കാം. നിങ്ങളിത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പല്ല് ഡോക്ടറുടെ അടുത്തേക്ക് പോകേണ്ടി വരില്ല, പല്ലിന്റെ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല, ഹെർബൽ പേസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ നമ്മളിങ്ങനെ പറയുമ്പോൾ ചിലപ്പോൾ അവർ പേസ്റ്റ് മേടിക്കും, ചിലപ്പോൾ മേടിക്കില്ല. പക്ഷേ നമ്മൾ പറയാൻ പഠിക്കുമല്ലോ, നമ്മുടെ സ്കില്ല് കൂടുമല്ലോ. അപ്പം നമുക്ക് റിജക്ഷൻസ് വരുമ്പോൾ അതിനെ എങ്ങനെയാണ് ഫേസ് ചെയ്യേണ്ടത്, എന്തുകൊണ്ട് അവർ പേസ്റ്റ് വാങ്ങിയില്ല, എന്തുകൊണ്ട് അവർ പേസ്റ്റ് വാങ്ങി, ഇതിനെ നമുക്ക് ഒരു അനാലിസിസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ സെയിൽ ചെയ്യാൻ ഇന്നിപ്പോൾ ഞങ്ങളുടെ ടീമിൽ ഇത് കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. നമ്മുടെ ടീമിൽ രാവിലെ ഞങ്ങളുടെ സൂം പ്ലാറ്റ്ഫോമിൽ ഞാൻ സെയിൽസിൻ്റെ ഒരു പ്രോഡക്റ്റുകൾ ഡീറ്റെയിൽസ് എഴുതിയതാണ്. അതിനകത്ത് നമ്മളൊരു 4 പ്രൊഡക്റ്റാണ് എഴുതിയിട്ടുള്ളൂ. 4 പ്രൊഡക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പേസ്റ്റ്, നമ്മുടെ കാവിഗോ ഓൾറൗണ്ടർ റെഡ് പേസ്റ്റ്, അതുപോലെ തന്നെ ഒരു സോപ്പ്, ഗ്രേഡ് 1 സോപ്പ്, ഒരെണ്ണമല്ല ഒരു വീട്ടിലേക്ക് 3 എണ്ണം. അതെങ്ങനെയാണ് 3 എണ്ണം 100 രൂപ. ഏതൊക്കെയാ 3 എണ്ണം 100 രൂപ? ഒരു നമ്മുടെ നീം സോപ്പ്, ഒരു ജാസ്മിൻ സോപ്പ്, ഒരു ചന്ദൻ സോപ്പ്. അപ്പൊ ഇത് 3ഉം കൂടി ഒരു ഓഫറിൽ ഞങ്ങൾ 100 രൂപയ്ക്ക് കൊടുക്കുകയാണെന്ന് പറയുമ്പോൾ നമുക്ക് ശരിക്കും അതിന് 102 രൂപയാണ് MRP വരുന്നത്. 2 രൂപയല്ലേ നഷ്ടമുള്ളൂ, സാരമില്ല. 3 രൂപ ഞങ്ങൾ ഇന്ന് സോപ്പിന് ഒരു ഓഫർ ഇട്ടിട്ടുണ്ട് 100 രൂപയ്ക്ക് എന്ന് പറയുമ്പോൾ അത് ആളുകൾക്ക് ക്ലിക്കാവും. മലയാളികൾക്ക് ഉണ്ടല്ലോ ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമന്നടിച്ച് വീഴും. ഇപ്പൊ കഴിഞ്ഞ ദിവസം നോബിൾ സാറ് വളരെ രസകരമായിട്ടൊരു ലക്സ് സോപ്പിന്റെ ഒരു ഇത് കാണിച്ചിരുന്നു. അതായത് ഒരു പാക്കായിട്ട് വരുമ്പോൾ 65 രൂപ ഒരെണ്ണത്തിന്, പക്ഷേ സിംഗിൾ ആയിട്ട് വരുമ്പോൾ അതിലും കുറവേ വരുന്നുള്ളൂ. അപ്പൊ നമ്മൾ എന്താ വിചാരിക്കുക, സിംഗിൾ ആകുമ്പോൾ വില കൂടും, പാക്ക് ആകുമ്പോൾ നമുക്ക് ഓഫറാണ്, വില കുറവാണെന്നാണ് നമ്മുടെ ധാരണ മാത്രമാണത്. ആരും ചെക്ക് ചെയ്യുന്നില്ല എന്ന്. അപ്പൊ അത് നോക്കിയപ്പോഴാണ് നമ്മളൊക്കെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ഒരു ഡിഷ് വാഷ് ലിക്വിഡ്, ഒരു പേര് കേട്ട കമ്പനിയുടെ ഡിഷ് വാഷ് ലിക്വിഡ് 250 ml വില 65, 500 ml വില 165. അപ്പൊ എത്ര വ്യത്യാസം നോക്കൂ. ശരിക്കും 250 ml 65 വരുമ്പോൾ 1/2 ലിറ്ററിന് 130 രൂപയാണ് വരേണ്ടത്, പക്ഷെ 165 രൂപ. അപ്പൊ നമ്മൾ വീണ്ടും പറ്റിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇവിടെ നമ്മൾ 3 സോപ്പ് 100 രൂപ എന്ന് പറയുമ്പോൾ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമാണെന്നേ. ഇപ്പൊ ഞാൻ ഹോം മീറ്റിങ്ങിൽ ഇപ്പൊ അത് 3 സോപ്പ് 100 രൂപ, ഇന്നത്തെ ഒരു ഓഫറാണ്. 2 പേസ്റ്റ് 130 രൂപ, 68 രൂപയല്ലേ, 65 രൂപയ്ക്ക് 2 പേസ്റ്റ് എടുത്താലും കുഴപ്പമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ആളുകൾ എന്തോ പറഞ്ഞല്ലോ എത്രയാണെന്നൊന്നും അവർ നോക്കുന്നില്ല. പിന്നെ ഒരു ഓയില്, നമ്മുടെ റൈസ് ബ്രാൻ ഓയിൽ ഒരെണ്ണം, പിന്നെ ഒരു പോപ്പുലർ ടീ 150 രൂപയുടെ പോപ്പുലർ ടീ. ഈ 4 ഐറ്റം എന്ന് പറഞ്ഞാൽ ഒരു പേസ്റ്റ് ആണ്, 3 സോപ്പാണ്, ഒരു ഓയില്, ഒരു പോപ്പുലർ ടീ 250ന്റെ. ഇത് 4ഉം കൂടി ഒരു വീട്ടിലേക്ക് ഒരു പാക്ക്, വേണമെങ്കിൽ ഇതൊരു കിറ്റാക്കാം, അല്ലെങ്കിൽ ഇതിനൊരു പാക്ക് ആക്കിയിട്ട് ഇത് 4ഉം കൂടി ഒരു വീട്ടിലേക്ക് എന്നുള്ള കൺസെപ്റ്റ്. ഇനിയിപ്പോൾ ആരെങ്കിലും ഒരു ഐറ്റം എടുത്തില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല. ഇത് 5 വീട്ടിലേക്ക് എത്തിക്കുമെന്ന് തീരുമാനിക്കുക. 5 വീട്ടിലേക്ക് ഇത് എത്തിക്കുമ്പോൾ നമുക്ക് ഈ 2,840 രൂപയുടെ സെയിലാണ് അവിടെ നടക്കുക. 2,840 രൂപയുടെ സെയിൽ നടക്കും. അതിൻ്റെ DP റേറ്റ് വരുമ്പോൾ 2,380 രൂപ എന്ന് പറയുമ്പോൾ ഒരു 460 PV മാർജിനാണ് അവിടെ കിട്ടുക. 460 രൂപ മാർജിൻ, നമുക്ക് റീറ്റെയിൽ മാർജിൻ കിട്ടും. PV വരുന്നത് 1,105 PV. അപ്പം 5 വീട്ടിലേക്ക് നമ്മൾ എന്ത് എത്തിക്കും? പേസ്റ്റ് എത്തിക്കും, സോപ്പ് 3 എണ്ണം വെച്ച് എത്തിക്കും, ഓയിൽ ഒരെണ്ണം എത്തിക്കും, പോപ്പുലർ ടീ 250ന്റെ ഒരെണ്ണം എത്തിക്കും. ഇത്ര എത്തിക്കുമ്പോൾ നമുക്ക് 1,105 PV ആയി, 460 രൂപ കയ്യിൽ മാർജിനായി. ഇതിൻ്റെ കൂടെ ഒരു സൺസ്ക്രീനും, ഒരു ഇൻറ്റിമേറ്റ് വാഷും, ഒരു എക്സ്ട്രാ ലോങ് പാഡും, 120 രൂപയുടെ പാഡ്, അത് ഏതെങ്കിലും ഒരു വീട്ടിലേക്ക് കണക്കാക്കുന്നുള്ളൂ. അതായത് 5 വീട്ടിൽ നമ്മൾ ഇത് സെയിൽ ചെയ്യുമ്പോൾ 5 വീട്ടിൽ കയറി 5 വീട്ടിൽ സെയിൽ നടക്കില്ല കേട്ടോ. ഒരു 15 വീട് അല്ലെങ്കിൽ 20 വീടെങ്കിലും കയറിയാലാണ് നമുക്ക് 5 വീട്ടിൽ സെയിൽ നടക്കുക. അത് എപ്പോഴും മനസ്സിലുണ്ടാവണം. നമ്മൾ കയറുന്ന എല്ലാ വീട്ടിൽ നിന്നും സാധനങ്ങൾ വാങ്ങുമെന്ന് നമ്മൾ ഉറപ്പ് വിചാരിക്കരുത്. ശരിക്കും നമ്മുടെ ലീഡേഴ്സ് പറയാറുണ്ട്, ഇത്ര ഒരു 20 നോ കേൾക്കണം, അല്ലെങ്കിൽ ഒരു 25 നോ കേൾക്കണം എന്ന് കരുതി വീട്ടിൽ നിന്ന് ഇറങ്ങാൻ. ആ നോ കേട്ട് കഴിയുമ്പോഴേക്കും പിന്നെ വരുന്നതൊക്കെ യെസ് ആയിട്ട് മാറും, നമ്മുടെ കാലിബർ കൂടിയിട്ടുണ്ടാവും. അപ്പൊ തൊലിക്കട്ടി കൂടാന്ന് പറയില്ലേ, ഇത്തിരി തൊലിക്കട്ടി കൂടും നമുക്ക് സെയിൽ ചെയ്യാനായിട്ട്.
അപ്പോൾ ഈ 3 ഞാൻ ഒരു വീട്ടിലേക്ക് മാത്രമേ എഴുതിയിട്ടുള്ളൂ, അതായത് ഒരു പീസ് മാത്രം. മറ്റേതൊക്കെ 5 വീട്ടിലേക്ക് 5 പീസ് വെച്ച് വരും. ഇത് സൺസ്ക്രീൻ ഒരെണ്ണം, ഒരു ഇൻറ്റിമേറ്റ് വാഷ്, ഒരു പാഡ്. അപ്പോൾ മൊത്തം 3438 രൂപയുടെ സെയിൽ നടക്കും. MRP സെയില് 2740 രൂപ DP റേറ്റ് വരും. നമുക്ക് വരുന്ന PV 1327 PV. 1327. നമ്മൾ 25,000 PV എങ്ങനെ ചെയ്യണമെന്നാണ് പറയുന്നത് കേട്ടോ. 1327 PV. അപ്പൊ നമുക്ക് മാർജിൻ ആയിട്ട് ഒരു 700 രൂപയുടെ അടുത്താണ് മാർജിൻ കിട്ടുക കയ്യിൽ. കാരണം ഇതൊക്കെ നിത്യോപയോഗ സാധനങ്ങളാണ്. നമുക്കറിയാം നിത്യോപയോഗ സാധനങ്ങളിൽ മാർജിൻ കുറവാണ്. കീസോളിലാണ് കൂടുതൽ മാർജിൻ വരുന്നത് അല്ലേ. അപ്പോൾ പിന്നെ ന്യൂട്രി ചാർജിലും. അപ്പോൾ ഇവിടെ നമുക്ക് 1327 PV ഒരു ദിവസം ചെയ്യാമെങ്കിൽ 30 ദിവസം ഉണ്ട് ഒരു മാസത്തിൽ അല്ലേ. ഇനിയിപ്പോൾ കുറച്ച് ദിവസം, ഇന്നിപ്പോൾ നമ്മൾ 5-ാം തീയതി ആയി അല്ലേ. ഇനി നമുക്ക് 26 ദിവസം കൂടിയാണുള്ളത്. 30 ദിവസത്തിൽ 10 ദിവസം നമ്മൾ നമ്മുടെ ഹോൾ മീറ്റിങ്ങുകൾക്ക് 1-to-1 കാണാനായിട്ട്, അല്ലെങ്കിൽ നമ്മുടേതായ പേഴ്സണൽ കാര്യങ്ങൾക്ക്, എന്തെങ്കിലും ബാങ്കിൽ പോകണം, അവിടെ പോകണം, ഇവിടെ പോകണം, അമ്പലത്തിൽ പോകണം, പള്ളിയിൽ പോകണം, അങ്ങനത്തെ ഒക്കെ ആവശ്യങ്ങൾക്ക് 10 ദിവസം മാറ്റി വെച്ചോളൂ. ബാക്കി 20 ദിവസം 1327 PV വെച്ച് ചെയ്യുമ്പോൾ 26,540 PV നമ്മുടെ ഒരു മാസം വരും. 26,540. ഇത് നമ്മൾ സെയിൽ ചെയ്ത് കിട്ടിയ PV ആണ്. നമ്മുടെ വീട്ടിലേക്ക് എന്തായാലും സാധനങ്ങൾ എടുക്കുമല്ലോ. അപ്പൊ എങ്ങനെ വന്നാലും ഒരു 30,000 PV കണ്ണും പൂട്ടി ഒരു മാസം ചെയ്യാൻ 20 ദിവസം സെയിലിന് ഇറങ്ങുക. 5 വീട്ടിൽ സെയിൽ ചെയ്യുമെന്ന് ഉറപ്പിക്കുക. ഇത് പല പല ഏരിയകളിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ 30,000 PV എന്ന് പറഞ്ഞാൽ ഒരു ഈഗിൾ ആവാനുള്ള സെൽഫ് PV ആണ് 30,000 PV അല്ലേ. അത് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാം. അപ്പൊ ഈ ഒരു PV നമ്മൾ കൊണ്ടുവരുമ്പോൾ ഈ മാസം ഇത് ടീമിൽ എല്ലാവരും ചെയ്യുകയാണെങ്കിൽ ഈ പ്രാവശ്യം നമുക്ക് ഡോക്ടർ രാജൻ സാറ് വലിയൊരു ടാർഗറ്റ് തന്നിട്ടുണ്ട്. എന്താണ്? 10,000 PV സെൽഫ് ID ചെയ്യുകയും അതുപോലെ 10 ജോയിനിങ് കൊണ്ടുവരുന്ന സ്റ്റാറിന് താഴെയുള്ള എല്ലാവർക്കും ഒരു ഫ്രീ ടൂറ്. അപ്പോൾ 10,000 PV അല്ല, ഇവിടെ നമ്മൾ 30,000 PV ചെയ്തു. അതൊരു കാര്യം. രണ്ടാമത് 10 ജോയിനിങ്. ഈ 20 ദിവസം നമ്മൾ ഒരു ഏരിയയിലെ ആളുകളെ കാണുമ്പോൾ റിപ്പീറ്റ് പർച്ചേസ് വരുന്ന സമയത്ത് നമുക്ക് മറ്റ് പല പ്രൊഡക്റ്റുകളും ഇവരിലേക്ക് എത്തിക്കാം. അപ്പോൾ അവരിൽ പലരും ഐഡിയ എടുക്കാൻ തയ്യാറായി വരും, അസോസിയേറ്റ് ചെയ്യാൻ തയ്യാറായി വരും. അവരെ നമുക്ക് ഇതിനകത്ത് അസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് സിമ്പിളായിട്ട് നമുക്ക് ഇത്ര PV അല്ല ഇത്ര 10 ജോയിനിങ് കൊണ്ടുവരാനായിട്ട് സാധിക്കും. മാത്രമല്ല, കഴിഞ്ഞ ദിവസം ഒരു രസകരമായിട്ടൊരു സംഭവം ഉണ്ടായത്. സെയിൽ, എൻ്റെ ടീമിൽ ഒരു ഓമന എന്ന് പറഞ്ഞ മാഡം സെയിൽ ചെയ്ത വീട്ടിൽ ഹോം മീറ്റിംഗ് വെച്ചു. സെയിൽ ചെയ്തിട്ട് അധികം പരിചയമൊന്നുമില്ല. സെയിൽ ചെയ്തുള്ള പരിചയമുള്ള 2 ദിവസം സെയിലിന് പോയി. മൂന്നാമത്തെ ഒരു 4-5 ദിവസം കഴിഞ്ഞപ്പോഴാണ് എന്നെ ഹോം മീറ്റിങ്ങിന് വിളിച്ചത്. അപ്പോൾ ഞാൻ വിചാരിച്ചത് ഈ മാഡത്തിന് അവിടെ പരിചയമുണ്ട്, പരിചയക്കാരാണെന്ന് വിചാരിച്ചത്. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. കാരണം അവർക്ക് അകത്തിരുത്താൻ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇത്രയും ഞങ്ങൾ ബോർഡൊക്കെ കൊണ്ടുവന്നപ്പോൾ അവർ ആകെ ടെൻഷനായി. ഇതൊക്കെ കൊണ്ടുവരുന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. ഒരു ക്ലാസ് എടുത്തോട്ടെ എന്നല്ലേ ചോദിച്ചുള്ളൂ. അപ്പോൾ ചെന്നപ്പോൾ അങ്ങനെയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു സാരമില്ല, കുഴപ്പമില്ല, ബോർഡ് ഞങ്ങൾ കസേര വെച്ചു. ക്ലാസ് ഒക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ അവർ ഭയങ്കര ഹാപ്പിയായി. ക്ലാസ് കഴിഞ്ഞപ്പോഴാണ് അവർക്കത് മനസ്സിലായത് ഇത്രയും നല്ലൊരു സംഭവമായിരുന്നു. 2 പേര് അപ്പം തന്നെ ജോയിൻ ചെയ്തു. 2 പേരും കൂടി ഒരാൾ ഇന്നലെ ജോയിൻ ചെയ്തു, ഇനി ഒരാളും കൂടി ജോയിൻ ചെയ്യാനുണ്ട് അവിടുന്ന്. അപ്പോൾ നമ്മൾ സെയിൽ ചെയ്ത വീട്ടിൽ ഹോം മീറ്റിംഗ് നടത്താന്ന് പറയുമ്പോൾ നമുക്കൊരു പരിചയമില്ല, അയൽവക്കക്കാരല്ല, നെയ്ബേഴ്സ് അല്ല, ഫ്രണ്ട്സ് അല്ല, ഒന്നുമല്ല. അപ്പോൾ ഇതും നമുക്ക് കിട്ടും. അപ്പോൾ അവിടെ നിന്ന് ജോയിനിങ്ങൾ നമുക്ക് വീണ്ടും വീണ്ടും റെഫറൻസിലൂടെ വരും. അപ്പോൾ PV കൂട്ടാനുള്ള ഒരു മാർഗ്ഗമാണ് നമ്മൾ പറഞ്ഞത് സെയിൽസ്. രണ്ടാമത്തെ മാർഗം PV കൂട്ടാനുള്ളത് ഹോം മീറ്റിംഗ്. ഹോം മീറ്റിങ്ങുകളിൻ്റെ ക്ലാസ്സുകളാണ് ഇപ്പം നിരന്തരം നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഹോം മീറ്റിങ്ങുകളിൽ ഇഷ്ടംമാതിരി ഇൻസ്ട്രക്ഷൻസ് നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഹോം മീറ്റിംഗ് നടത്തുന്ന തലേദിവസം എന്ത് ചെയ്യണം, അന്ന് രാവിലെ എപ്പോൾ നമ്മൾ അവിടെ എത്തണം, എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് ആളുകളെ ഇരുത്തേണ്ടത്, അതായത് ഡോറിന് ഫേസ് ചെയ്ത് ഇരുത്തരുത്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു. അപ്പോൾ അത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയുന്നില്ല. ഡ്രിങ്ക്സ് എപ്പോൾ കൊടുക്കണം, ക്ലാസ്സിൻ്റെ പീക്കിൽ അതായത് ട്രെയിനർ നല്ല സ്പിരിറ്റിൽ റൈസ് ബ്രാൻ ഓയിലിൻ്റെ ഗുണങ്ങൾ ഇങ്ങനെ പറയുമ്പോഴായിരിക്കും വീട്ടിലുള്ളവർ ചായ കൊണ്ടുവരുന്നത്. അതോടെ കഴിഞ്ഞു, റൈസ് ബ്രാൻ ഓയിലും കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. ട്രെയിനറോട് ചോദിച്ചിട്ട്, ആ ക്ലാസ് എടുക്കുന്ന വ്യക്തിയോട് ചോദിക്കണം എപ്പോൾ ചായ കൊടുക്കണം, എപ്പോൾ ഡ്രിങ്ക്സ് കൊടുക്കണം, അല്ലെങ്കിൽ എപ്പോൾ ബിസ്ക്കറ്റ് പൊട്ടിക്കണം എന്നുള്ളത്. കൂടെ നിൽക്കുന്ന ആളുടെ, അതായത് ട്രെയിനറുടെ കൂടെ അസോസിയേറ്റ് ചെയ്യാൻ നിൽക്കുന്ന അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാൻ നിൽക്കുന്ന ടീമിൽ ഏതെങ്കിലും മെമ്പർ ഉണ്ടാവും. അവരുടെ ഒരു പാർട്ടിസിപ്പേഷൻ ഇതിൽ വളരെ പ്രധാനമാണ്, ആ ഓഡിയൻസിനെ കൺട്രോൾ ചെയ്യാൻ. പലപ്പോഴും ഹോം മീറ്റിംഗ് ഇവിടെ എടുക്കുന്ന സമയത്ത് അവിടെ പരസ്പര സംസാരം, അവർ ചിലപ്പോൾ എന്തെങ്കിലും ഒരു സംശയം ഈ നമ്മുടെ കൂടെയുള്ള അസോസിയേറ്റ് ബയർ ഉണ്ടല്ലോ, നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വന്നിരിക്കുന്ന അവരോട് ചോദിക്കും. അപ്പോൾ അവരതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ നിൽക്കും. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കുമ്പോൾ
ഓഡിയൻസ് എവിടേക്ക് പോകും? അയാളിലേക്ക് പോകും. പകുതി പേര് അയാളിലേക്ക് പോകും, പകുതി പേര് ഇങ്ങോട്ട് വരും. അവിടെ ഒരിക്കലും കാര്യങ്ങൾ കൃത്യമായി എത്തില്ല. അപ്പൊ നമ്മളൊരു ഹോം മീറ്റിംഗിൽ പരമാവധി ഡിസ്ട്രാക്ഷൻസ് ഉണ്ടാക്കരുത്. അത് ചായ കൊടുത്തിട്ടായാലും കാപ്പി കൊടുത്തിട്ടായാലും, അതുപോലെ അടുക്കളയിൽ പൈപ്പ് തുറന്നിട്ടിട്ട് അടുക്കളയിൽ പാചകം ചെയ്യുന്ന വറക്കുന്ന ഇളക്കുന്ന സൗണ്ടുകൾ, കസേര വലിക്കുന്ന സൗണ്ടുകൾ, അല്ലെങ്കിൽ വേറെ ഒരാൾ വന്നു അയാളോട് എന്തി വൈകിയ അങ്ങനെ ഇങ്ങനെ കലവില, പരമാവധി നിശബ്ദത പാലിക്കുക. പരമാവധി അവിടെ ഇരിക്കുന്നവർക്ക് കാര്യം പിടുത്തം കിട്ടണം. നമ്മുടെ ഉത്തരവാദിത്തം എന്താ? ഇവരെ ഒന്ന് ഇരുത്താൻ സാധിച്ചു, ഇനി ഇവരിലേക്ക് എങ്ങനെയെങ്കിലും ഒന്ന് ആണി അടിക്കുന്ന മാതിരി കയറണം അല്ലെ? നമ്മൾ ഹോൾ മീറ്റിങ്ങിനൊക്കെ ഒരാളെ കൊണ്ടുപോയാൽ അയാളെ ഇടയ്ക്കിടയ്ക്ക് നോക്കും, അയാൾ ഫോൺ നോക്കുന്നുണ്ടോ, അയാൾ പുറത്തേക്ക് എണീറ്റ് പോകണ്ടോ, മൂത്രമൊഴിക്കാൻ പോയിട്ട് നേരെ വൈകണുണ്ടോ, എന്താ നമ്മുടെ ജീവൻ മുതൽ ഇയാൾ ഇത് കേൾക്കണം. ഇതേപോലെ ഹോം മീറ്റിങ്ങിൽ നമ്മൾ ശ്രദ്ധിക്കണം. അത് കൂടെയുള്ളവർ പ്രത്യേകം ശ്രദ്ധിക്കണം. അപ്പം അതിൻ്റെ കൂടെ നമ്മൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ പറഞ്ഞതാണെങ്കിലും ഞാൻ ഒന്നുകൂടി അതിൻ്റെ പ്രധാനപ്പെട്ട പോയിന്റ്സ് മാത്രം ഒന്ന് ഓടിച്ച് പറയാണ്. പ്രൊഡക്റ്റിൻ്റെ ഗുണങ്ങൾ എന്തുതന്നെയായാലും നമ്മൾ പറയണം. നമ്മുടെ നിത്യോപയോഗ സാധനങ്ങൾ, പേസ്റ്റ്, ആട്ട, അതുപോലെ റൈസ് ബ്രാൻ ഓയിൽ, അതുപോലെ ചായപ്പൊടി, പിന്നെ നമ്മുടെ മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, അത് ഒരു കാരണവശാലും പറയാതിരിക്കരുത്. പിന്നെ പാത്രം കഴുകുന്ന ലിക്വിഡുകൾ, അത് സമയമനുസരിച്ചിട്ട് പറയാം. പിന്നെ ഗുഡ് ഓട്ടിൻ്റെ 2-3 ഐറ്റം പറയാം. നമ്മുടെ നൂഡിൽസ് പറയാം. അത് പറയുമ്പോൾ നമ്മുടെ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്കിനകത്ത് ഇപ്പൊ പുതിയ ബുക്കിൽ നൂഡിൽസിന്റെ കറക്റ്റ് ഇൻഗ്രീഡിയൻസ് കൊടുത്തിട്ടുണ്ട്. അത് എടുത്തിട്ട് ആ പേജ് എടുത്തിട്ട് ആ ഓഡിയൻസിൽ ഒരാളുടെ കയ്യിൽ കൊടുക്കുക. മേഡം ഇതൊന്ന് ഉറക്ക വായിക്കൂ, നമ്മുടെ നൂഡിൽസിലുള്ള കാര്യങ്ങളൊന്ന് കേൾപ്പിക്കൂ എന്ന് പറയുമ്പോൾ അവരെ കൊണ്ട് വായിപ്പിക്കുക. നമ്മളെല്ലാം വായിക്കണ്ട, അവർ വായിക്കട്ടെ. റൈസ് ബ്രാൻ ഓയിലിന്റെ കാര്യം പറയുന്ന സമയത്ത് ഫ്രണ്ടിൽ ഡോക്ടർ കെ തൽവാർ പറയുന്ന ഒരു സെന്റൻസ് ഉണ്ട്. അതുപോലെ റൈസ് ബ്രാൻ ഓയിൽ പല പല സർവകലാശാലകളിൽ ഉപയോഗിച്ചിട്ട് കൊളസ്ട്രോളിന് ഏറ്റവും ബെസ്റ്റ് ആണെന്ന് പറയുന്ന കോഡ്സ് ഉണ്ട്. അതൊക്കെ അതിനകത്തിരിക്കുന്ന ഓഡിയൻസിൽ 1-2 പേരെ കൊണ്ട് എടുത്ത് വായിപ്പിക്കുക. സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ആന്റി ഓക്സിഡന്റ് ഒക്കെ വായിക്കാം, പക്ഷെ അതൊന്നും സമയം കിട്ടാറില്ല പലപ്പോഴും. അപ്പോൾ അത് ചെയ്യുക. അതുപോലെ തന്നെ അതിന് കിട്ടിയ അവാർഡുകൾ, അതിൽ ഫോട്ടോസ് ഉണ്ട്, അതിൻ്റെ ഒരു പോസ്റ്റർ കയ്യിലുണ്ടെങ്കിൽ നല്ലത്. ഞാനിപ്പോൾ ഒരു പോസ്റ്റർ, നമുക്ക് പ്രോഗ്രാമുകൾക്ക് വലിയ പോസ്റ്റർ കിട്ടാറുണ്ട്, അത് ചില മീറ്റിങ്ങുകളിൽ കൊണ്ടുപോകാറുണ്ട്, അത് അവരെ കൊണ്ട് തന്നെ വായിപ്പിക്കും. അപ്പൊ അതിനകത്ത് കിട്ടിയിട്ടുള്ള ബെനിഫിറ്റ്സ് ഒക്കെ അവർക്ക് നേരിട്ട് വായിച്ചു പോകും. ഇൻസുലിന്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നു, അതുപോലെ തൈറോയ്ഡ് പ്രശ്നങ്ങൾക്ക് സഹായിക്കുന്നു, തടയാൻ സഹായിക്കുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ, ക്യാൻസറിനെ തടയുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവർ നേരിട്ട് വായിക്കുകയാണ്. നമ്മൾ കേൾക്കുന്നതിനെക്കാട്ടിയും കാണുന്നതും അവർ റീഡ് ചെയ്യുന്നതിനും കുറച്ചും കൂടി മെമ്മറി കൂടും. അപ്പൊ കാണുന്നതിന് ഓർമ്മ കൂടുതലാന്ന് പറയില്ലേ, എന്ന് പറഞ്ഞ മാതിരി അത് ചെയ്യിപ്പിക്കുക. അതുപോലെ തന്നെ നമുക്ക് റൈസ് ബ്രാൻ ഓയിലിന്റെ നമ്മുടെ ഡോക്ടർ തോമസ് വർഗീസ് ശ്രീകണ്ഠൻ നായർ ഷോയിൽ പണ്ട് സൂര്യ ടി വിയിൽ ചെയ്ത ഒരു വീഡിയോ ഉണ്ട്. 1 മിനിറ്റ്, 1.5 മിനിറ്റേ ഉള്ളൂ ആ വീഡിയോ. ആ വീഡിയോ ഒന്ന് യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതെടുത്ത് ഒന്ന് പ്ലേ ചെയ്യാം. അത് പ്ലേ ചെയ്ത് കേൾപ്പിക്കുക. അവിടെ പറയുന്നത് ഒരു സർജിക്കൽ ഓൺകോളജിസ്റ്റ് ആണ് പറയുന്നത് റൈസ് ബ്രാൻ ഓയിലിന്റെ ഗുണങ്ങൾ, നമ്മളല്ല പറയുന്നത്. അപ്പൊ അത് ഒരുപാട് ഗുണം ചെയ്യുക ആളുകൾക്ക്. ഒരു തേർഡ് പേഴ്സൺ ഇത് പറയുന്നുണ്ടല്ലോ, അവർ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. മോഹൻലാൽ കണ്ണൻ ദേവൻ ചായല പ്രൊമോട്ട് ചെയ്യുന്നത് കൊണ്ടാണല്ലോ ഒരുപാട് ആൾക്കാർ കണ്ണൻ ദേവൻ മേടിക്കുന്നത്. ലെക്സ് സോപ്പ് ഐശ്വര്യ റായി പ്രൊമോട്ട് ചെയ്യുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ നമ്മുടെ സർജിക്കൽ ഓൺകോളജി സർജൻ ഇത് പ്രൊമോട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും ഇവർ പറഞ്ഞത് മാത്രമല്ല, ഇത് ഡോക്ടേഴ്സും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്നൊരു തിങ്കിങ് അവർക്ക് വരും. അപ്പൊ അതിന് വേണ്ടിയിട്ട് വീഡിയോസ് നമുക്ക് കാണിക്കാൻ പറ്റും. അപ്പൊ സമയം ഉണ്ടെങ്കിൽ ഞാൻ അവസാനം അത് വീഡിയോസ് ഒന്ന് കാണിക്കാം. ഞാനിവിടെ ഡൗൺലോഡ് ചെയ്തിട്ടിട്ടുണ്ട്. അപ്പൊ അതെങ്ങനെ എത്രമാത്രം കേൾപ്പിക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല, അത് കേൾപ്പിക്കാം. അതേപോലെ തന്നെ നമ്മുടെ ഈ നിത്യോപയോഗ സാധനങ്ങളുടെ പ്രോഡക്റ്റിന്റെ ഗുണങ്ങൾ പറയുമ്പോൾ പറഞ്ഞതിന് ശേഷം അതിന്റെ വില വ്യത്യാസം കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കുക. മാർക്കറ്റിൽ നിന്ന് മേടിക്കുന്നതും നമ്മുടെ RCM ഒരു ഐഡി എടുത്ത് മേടിക്കുന്നതും തമ്മിലുള്ള ഗ്യാപ്പ്, ആ വ്യത്യാസം, ഡിഫറൻസ് പറയുമ്പോൾ ഓൾമോസ്റ്റ് പകുതിയേ വരുന്നുള്ളൂ. ഒരു 960 രൂപയുടെ ഒരു 4-5 ഐറ്റത്തിന്റെ വില മാത്രം എഴുതിയാൽ മതി. MRP എഴുതാ, പുറത്തെ MRP എഴുതാ, RCM MRP എഴുതാ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 900 സംതിങ് രൂപയുടെ മേടിക്കുമ്പോൾ നമ്മുടെ ഇതിൽ വരുമ്പോൾ ഒരു 700 സംതിങ് രൂപയെ വരുന്നുള്ളൂ. അപ്പൊ അത് അവരൊന്ന് കണ്ണ് തുറപ്പിച്ച് കാണിക്കുക, അതോടൊപ്പം ഗുണങ്ങളും പറഞ്ഞു കൊടുക്കുക. അപ്പൊ നമ്മൾ അതിനകത്ത് എടുത്ത് പറയേണ്ടത്, വേണമെങ്കിൽ നമുക്കൊന്ന് സൂചിപ്പിക്കാം. ഒരു കോൾഗേറ്റ് പേസ്റ്റ് അവരോട് ചോദിക്കണം നിങ്ങളുടെ വീട്ടിൽ ഏത് പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ അവർ പറയും കോൾഗേറ്റ് ആണ്, ക്ലോസപ്പ് ആണ് എന്നൊക്കെ പറയും. അപ്പോൾ അത് ഉപയോഗിക്കുന്നതിന് ഉപരി നമ്മുടെ പേസ്റ്റ് ഉപയോഗിച്ചാലുള്ള ഗുണങ്ങൾ, ഹെർബലാണ്, പല്ലിന്റെ സെൻസിറ്റിവിറ്റി ഇഷ്യൂസ് എല്ലാം മാറും. അതുപോലെ അതിനകത്തുള്ള കണ്ടൻസ് കറുവപ്പട്ട, ഗ്രാമ്പൂ ഇതുപോലത്തെ ചേരുവകളാണെന്ന് പറഞ്ഞു കൊടുക്കാം. അതോടൊപ്പം തന്നെ പല്ലുവേദന, പല്ലുപുളിപ്പ്, മോണപഴുപ്പ്, പല്ലിന്ന് ചോര വരുന്ന വായ്നാറ്റം, ഇതെല്ലാം മാറാൻ നല്ലതാണെന്ന് അതിന്റെ ഒരു ലേശം അവരെ കൊണ്ട് കയ്യിലെടുപ്പിക്കുക. ഒന്ന് സ്മെല്ല് ചെയ്യാൻ പറയാ, ഒന്ന് നാവിന്റെ തുമ്പിൽ വെക്കാൻ പറയാ. ഇത് എല്ലാ ക്ലാസ്സിലും ചെയ്യണം. ഇത് ഞങ്ങളുടെ ഗ്രേറ്റ് ലീഡർ നന്ദനൻ സാറ് ഞങ്ങളെ പഠിപ്പിച്ചിട്ടുള്ളതെന്ന്. ചെയ്തില്ലെങ്കിൽ സാറ് ഞങ്ങളോട് പിണങ്ങും.
അതുകൊണ്ട് തന്നെ ഞങ്ങളത് ചെയ്യാനായിട്ട് ഓട്ടോമാറ്റിക് പഠിച്ചു. അപ്പോൾ അത് ചെയ്യിപ്പിക്കണം, അവരത് ചെയ്യും. ചെയ്ത് കഴിയുമ്പോൾ അവർ പറയും നല്ല പേസ്റ്റാണ്, മേടിക്കും. അത് വഴിയിലൊക്കെ നമ്മൾ പേസ്റ്റ് പരിചയപ്പെടുത്തുമ്പോൾ ഇത് തന്നെ ചെയ്യാം നമുക്ക്. പിന്നെ നമുക്ക് രണ്ടാമത്തെ ഒരു കാര്യം നമ്മൾ ചെയ്യാൻ പറ്റുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ വില വ്യത്യാസം പറഞ്ഞു. അപ്പോൾ അവരോട് ചോദിക്കുക, വില കൂടുതലാണോ? ഇതിന് നിങ്ങൾ പറയൂ, ഇതിന് വില കൂടുതലാണോ? പുറത്തുനിന്നതിനെക്കാട്ടും ഇവിടുത്തെ വില എത്ര കുറവാണ്? നമ്മുടെ പോക്കറ്റിലെ ചെലവ് ചുരുങ്ങും. പിന്നെ നിങ്ങൾക്ക് ചെലവിൽ നിന്ന് തിരിച്ചൊരു വരുമാനം കിട്ടണമെങ്കിൽ, അല്ലെങ്കിൽ ഇതിലും കൂടുതൽ ഡിസ്കൗണ്ട് വേണമെങ്കിൽ ഇവിടെ ഒരു ഡിസ്കൗണ്ട് കാർഡ് എടുക്കാം, അല്ലെങ്കിൽ ഇതിന്റെ ഒരു അസോസിയേറ്റ് ബയ്യർ ആയിട്ട് നമുക്ക് മാറാം. അങ്ങനെ പറയണമെന്നാണ് നമ്മുടെ ഗ്രേറ്റ് ലീഡർ മൂർത്തി സാറ് കഴിഞ്ഞ ദിവസം പറഞ്ഞ, അസോസിയേറ്റ് ബയ്യർ എന്നുള്ള വാക്ക് ഉപയോഗിക്കണം എന്ന്. അപ്പോൾ അസോസിയേറ്റ് ബയ്യർ ആയിട്ട് മാറാം. അസോസിയേറ്റ് ബയ്യർ ആയാൽ നിങ്ങൾക്ക് എവറി 6 മന്ത്സ്, വർഷത്തിൽ 2 പ്രാവശ്യം ഫ്രീ പ്രൊഡക്റ്റ് കിട്ടും. നിങ്ങൾ എല്ലാ ഉൽപ്പന്നങ്ങളും നിങ്ങളുടെ വീട്ടിലേക്കുള്ളത് RCM നിന്നാണ് എല്ലാ മാസം വാങ്ങുന്നതെങ്കിൽ, നിങ്ങളുടെ ഒരു മാസത്തെ ചെലവ്, ഒരു വർഷത്തിൽ 2 മാസത്തെ ചെലവ് കമ്പനി നടത്തും, കമ്പനി TCG നടത്തും എന്ന് പറഞ്ഞു കൊടുക്കുക. അതോടൊപ്പം തന്നെ അവർക്ക് തിരിച്ച് ഫ്രീ പ്രൊഡക്റ്റ് ആയിട്ടും നമുക്ക് വരുമാനം കിട്ടി, ഡിസ്കൗണ്ടും, ഇൻസ്റ്റന്റ് സ്പോട്ടിലെ ഡിസ്കൗണ്ടും, ഈ 2 ഒരു അസോസിയേറ്റ് ബയർക്ക് കിട്ടുന്നത്. അതിനൊരു വരുമാന മാർഗമാക്കി അവർക്ക് മാറ്റണമെങ്കിൽ അവരിതിനെ ഒന്ന് സീരിയസ് ആയിട്ട് പ്രൊമോട്ട് ചെയ്യണം എന്ന് പറഞ്ഞു കൊടുക്കുക. അത് അപ്പോൾ അതിന്റെ ഡീറ്റെയിൽ പറയണ്ട, ജസ്റ്റ് പറയാ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? പ്രോഡക്റ്റിനെ പറ്റി ഗുണങ്ങൾ പറയണം, പ്രോഡക്റ്റിന്റെ വീഡിയോസ് കാണിച്ചു കൊടുക്കണം. അതുപോലെ സാനിറ്ററി നാപ്കിന്റെ വീഡിയോസ് നമുക്ക് കാണിക്കാം. സാനിറ്ററി നാപ്കിൻ പറയുമ്പോൾ 2-3 കാര്യമാണ്. ഒന്ന്, പാഡിനെ പറ്റി വിശദമായിട്ട് പറയാം. അതൊന്നും ഞാനിപ്പോൾ പറയുന്നില്ല, കാരണം പല ക്ലാസ്സുകളിലും കേട്ടതാണ്. പ്രൊഡക്റ്റ് ക്ലാസ്സിൽ പിന്നീട് പറയാം. നമ്മുടെ ആനിയോൺ സ്ട്രിപ്പുള്ള പാഡ് ഒരെണ്ണം എടുത്ത് അത് നിവർത്തിയിട്ട് അതിനകത്ത് ഓപ്പൺ ചെയ്തതിന്റെ സ്ട്രിപ്പ് കാണിച്ചു കൊടുക്കുകയും അവരെ കൊണ്ടൊന്ന് ടച്ച് ചെയ്യിപ്പിക്കുകയും അതിന്റെ നടുക്കത്തെ ആ സ്റ്റിക്കറും മാറ്റിക്കളഞ്ഞ് അതിൽ കുറച്ച് വെള്ളം ഒഴിക്കുക. അപ്പം തന്നെ ഒരു 30 to 50 ml വെള്ളം ഒഴിച്ച് അവരോട് കൈ തിരിച്ച്, പനിയുണ്ടോയെന്ന് നമ്മൾ എങ്ങനെയാ നോക്കുക, അതേപോലെ ടച്ച് ചെയ്യാൻ പറയാം. ഒരു 2 മിനിറ്റ് വെയിറ്റ് ചെയ്തതിന് ശേഷം കേട്ടോ. ഈ പാഡ് ഫുള്ള് ഡ്രൈ ആയിരിക്കും, ഒരു വെറ്റിന് തണവ്, അതുമ്പോൾ നനവ് ഉണ്ടാവില്ല. അപ്പൊ ഈ പാഡ് വെക്കുമ്പോൾ നമുക്കും ഇതുപോലെ നല്ലൊരു കൂളിംഗ്, അല്ലെങ്കിൽ നമുക്കൊരു നല്ല ഫീലിംഗ് കിട്ടും എന്ന് അവർക്ക് മനസ്സിലാവും. അതിനുശേഷം അതൊന്ന് പിഴിഞ്ഞ് ഇങ്ങനെ ചുരുട്ടി പിടിച്ചിട്ട് ഒന്ന് പിഴിഞ്ഞ് കാണിച്ചു കൊടുക്കുക, ലീക്കിംഗ് വരില്ല എന്നുള്ളതിന്. നമ്മൾ മറ്റ് പാഡുകളൊക്കെ ഇതുപോലെ പിഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണമെങ്കിൽ പുറത്തൊരു പാഡും കൂടി എടുത്ത് ഡെമോ കാണിക്കാം, അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇത് മാത്രമായാലും കാണിക്കാം. അപ്പൊ ലീക്കിംഗ് വരില്ല എന്ന് കാണിച്ചു കൊടുക്കുക. അതോടൊപ്പം യൂട്യൂബിൽ ഒരു വീഡിയോ ഉണ്ട്, സാനിറ്ററി നാപ്കിൻ മനോരമ ന്യൂസ് എന്ന് പറഞ്ഞ ഒരു 1.5 മിനിറ്റ് വീഡിയോ ആണ്. അതില് പുറത്തെ പാഡുകളുടെ പ്രശ്നങ്ങൾ കറക്റ്റ് പറയുന്നുണ്ട്. അതായത് 10 പാഡുകൾ പരിശോധിച്ചപ്പോൾ അത് ക്യാൻസറിനും വന്ധ്യതയ്ക്കും കാരണമാകുന്നു എന്നുള്ളൊരു റിസൾട്ട് അത് നമുക്ക് കാണിച്ചു കൊടുക്കാം. അതോടൊപ്പം നമ്മൾ ഈ പ്രോഡക്റ്റുകളെ പറ്റി ഇങ്ങനെ പറഞ്ഞ് കാണിച്ചു കൊടുക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് പേസ്റ്റ് നമ്മൾ ഇത് വെക്കണം എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ നമുക്ക് കൊടുക്കേണ്ട സാധനമാണ് പഞ്ചതുളസി. എല്ലാവരുടെ കയ്യിലും ഓരോ തുള്ളി ഇറ്റിച്ച് കൊടുക്കുക. അതുപോലെ നമുക്ക് ഇന്റിമേറ്റ് വാഷ് ഓരോ തുള്ളി ഇറ്റിച്ച് കൊടുക്കാം. അവരോട് സ്മെല്ല് ചെയ്യാൻ പറയാം. പഞ്ചതുളസി ഒന്ന് സ്മെല്ല് ചെയ്യാം, 2 കൈയും കുട്ടിത്തിരുമിയിട്ട് സ്മെല്ല് ചെയ്യാൻ പറയാം. അപ്പോൾ അവർ പറയും ഇത് അടിപൊളി സാധനമാണ്, ഞങ്ങൾക്ക് വേണം എന്ന് പറയും. അതുപോലെ ഇന്റിമേറ്റ് വാഷൊക്കെ പലർക്കും വേണ്ട സാധനങ്ങളാണ്. അതുപോലെ നമ്മുടെ എന്താ പറയുക, ജീരകം ഉണ്ടല്ലോ, എസെൻസ് എടുത്ത സാധനങ്ങളും എസെൻസ് എടുക്കാത്ത സാധനങ്ങളും തമ്മിലുള്ള വ്യത്യാസം, അത് മല്ലിപ്പൊടി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി പറയുമ്പോഴും ചായപ്പൊടി പറയുമ്പോഴും നമുക്കത് ധൈര്യമായിട്ട് പറയാം. എസെൻസ് എടുത്തത് എന്താണ്, എടുക്കാത്തത് എന്താണെന്ന് അവരെ മനസ്സിലാക്കിക്കാനുള്ള ഒറ്റ വഴിയുള്ളൂ. ഏറ്റവും എളുപ്പം സാധിക്കുന്നത് ജീരകം കൊടുക്കുമ്പോഴാണ്. പിന്നെ മല്ലിപ്പൊടി ഒരു നുള്ളു മണക്കാൻ കൊടുക്കാം, നാവിലിടാൻ കൊടുക്കാം, മഞ്ഞൾപ്പൊടി കൊടുക്കാം, മുളക് പൊടി കൊടുക്കണ്ട കേട്ടോ, ചിലപ്പോൾ അത് പ്രശ്നമാവും. അപ്പം അതുകൊണ്ട് ഈ ജീരകം ഉറപ്പായിട്ട് നിങ്ങൾ കൊടുത്തിരിക്കണം. ഇവിടെ ഞങ്ങൾ ജീരകം, ഇതൊക്കെ നന്ദന സാറിന്റെ ട്രെയിനിങ് ആണ് കേട്ടോ, ഞങ്ങളുടെ ഇതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇത് ഇന്ന് ഹോം മീറ്റിങ്ങിന് പോയപ്പോഴും ഞാൻ അവിടെ ജീരകം കൊടുത്തു. പക്ഷേ നിർഭാഗ്യം എന്ന് പറയട്ടെ, 2 പേര് മാത്രം നോമ്പില്ലാത്തവരുണ്ടായുള്ളൂ, ബാക്കി എല്ലാവർക്കും നോമ്പായിരുന്നു. അപ്പൊ നോമ്പില്ലാത്തവർക്ക് കൊടുത്തു, നോമ്പുകാർക്ക് പിന്നെ കൊടുക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടുത്തെ ട്രെയിനറോട് അല്ല ആ ലീഡറോട് പറഞ്ഞിട്ടുണ്ട് കൊടുക്കണം എന്ന്. അപ്പൊ ഈ ജീരകം കൊടുത്തു കഴിഞ്ഞാൽ ആരായാലും വീഴും, ഉറപ്പാണ്, അതിനകത്തൊരു സംശയമില്ല. അപ്പോൾ നമ്മൾ മേടിക്കുന്ന മല്ലി മുളകിന്റെ അവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കിക്കാൻ ഇത് സഹായിക്കും. അതുപോലെ കുരു കളഞ്ഞു പൊടിക്കുന്ന മുളക് പൊടി, സുഡാൻ ചേർക്കാത്ത മുളക് പൊടി, കുതിരച്ചാണകം പോലത്തെ പ്രശ്നങ്ങളില്ലാത്ത മല്ലിപ്പൊടി, കുർക്കുമിൻ കണ്ടന്റ് നഷ്ടപ്പെടാത്ത, ലെഡ് ക്രോമേറ്റ് ചേർക്കാത്ത, തിരികല്ലിൽ പൊടിച്ചിട്ടുള്ള മഞ്ഞൾപ്പൊടി, നമുക്ക് ഉപയോഗിക്കുന്ന കാര്യങ്ങളെല്ലാം അവരെ ആ പ്രോഡക്റ്റിന്റെ ഗുണങ്ങളുടെ സെഷനിൽ അത് പറഞ്ഞു കൊടുക്കണം. റൈസ് ബ്രാൻ ഓയിലിന്റെ ഗുണം തീർച്ചയായിട്ടും പറഞ്ഞു കൊടുക്കണം, ഏതൊക്കെ രീതിയിൽ അത് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു കൊടുക്കണം. തലയിൽ തേക്കുന്നത്, അതുപോലെ വെറും വയറ്റിൽ കഴിക്കുന്നത്, തൊലിപ്പുറമെ പുരട്ടുന്നത്, കണ്ണിലൊഴിക്കുന്നത്, അതുപോലെ തന്നെ പാചകത്തിന് ഉപയോഗിക്കുന്നത്. ബെസ്റ്റ് കുക്കിംഗ് ഓയിൽ റൈസ് ബ്രാൻ ഓയിൽ ആണെന്നും അതിൻ്റെ എന്തുകൊണ്ട് സ്മോക്കിംഗ് ടെമ്പറേച്ചറിന്റെ വ്യത്യാസം പറഞ്ഞു കൊടുക്കണം. ഒരുപാട് പേര് വെളിച്ചെണ്ണ ഉപയോഗിക്കുന്നവരുണ്ട്, വെളിച്ചെണ്ണ മോശമല്ല എന്ന് പറയണം. വെളിച്ചെണ്ണ നല്ലതാണ്, നല്ല വെളിച്ചെണ്ണയാണെങ്കിൽ നല്ലതാണ്.
പക്ഷേ നല്ല വെളിച്ചെണ്ണ എന്ന് വളരെ അപൂർവം കിട്ടുന്നുള്ളൂ. അതൊരു കാര്യം. 174 ഡിഗ്രിയിൽ പുകയുന്നു വെളിച്ചെണ്ണ. നമ്മുടെ പാചകം ഗ്യാസ് ബർണറിൽ നടക്കുന്നത് ഏകദേശം 200 ഡിഗ്രിയിലാണ്. അപ്പോൾ നമ്മുടെ റൈസ് ബ്രാൻ ഓയിലിന്റെ സ്മോക്കിംഗ് ടെമ്പറേച്ചർ എത്ര? 230 254 ഇടയിലാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് പാചകത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും ബെസ്റ്റ് ഓയിൽ, പുകയാതെ, ട്രാൻസ്ഫാറ്റ് ഉണ്ടാകാതെ. ട്രാൻസ്ഫാറ്റിന്റെ പ്രശ്നം എന്താ? ട്രാൻസ്ഫാറ്റാണ് ക്യാൻസർ, കൊളസ്ട്രോൾ, ഹാർട്ട് അറ്റാക്ക് പോലത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അത് വരാതെ സുഖമായിട്ട് ഉപയോഗിക്കാം. വെളിച്ചെണ്ണ പച്ചയ്ക്ക് ഉപയോഗിച്ചോട്ടെ, നല്ല വെളിച്ചെണ്ണ ഉപയോഗിച്ചോട്ടെ. അതുപോലെ അവിയലിൽ ഒഴിക്കാനോ അങ്ങനത്തെ പച്ചയ്ക്ക് കഴിക്കാനോ എന്തിനെങ്കിലും ഉപയോഗിച്ചോട്ടെ, കുഴപ്പമില്ല. കോസ്മെറ്റിക് ആസ്പെക്റ്റിനൊക്കെ എടുത്തോട്ടെ. പക്ഷേ പാചകം ചെയ്യുമ്പോൾ ഈസ് ദ ബെസ്റ്റ് എപ്പോഴും റൈസ് ബ്രാൻ ഓയിലാണ്. അതിനകത്തുള്ള 3 ആന്റി ഓക്സിഡന്റുകൾ, അതുപോലെ തന്നെ അത് കെമിക്കലി റിഫൈൻഡ് അല്ല, ഫിസിക്കലി റിഫൈൻഡ് എന്ന് അതും എഴുതി വെച്ചിട്ടുണ്ട്. അതിന്റെ ഗുണങ്ങളൊന്നും നഷ്ടപ്പെടാതെ ശുദ്ധീകരിച്ചിരിക്കുന്ന എണ്ണയാണ് നമ്മുടെ കയ്യിൽ അമൃത് പോലെ നമ്മുടെ കമ്പനി തന്നിരിക്കുന്നതെന്ന് പറഞ്ഞു കൊടുക്കണം. ഇതുമ്മ തന്നെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ ഫിസിക്കലി റിഫൈൻഡ് എഴുതിയിട്ടുണ്ട്, 3 ആന്റി ഓക്സിഡന്റ് എഴുതിയിട്ടുണ്ട്, ട്രാൻസ്ഫാറ്റ് ഇല്ല എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇതിനകത്ത് ഒറൈസിനോളുടെ കണ്ടന്റ് എത്രയുണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ഇത് നമ്മൾ ഒന്ന് പ്രത്യേകം പറഞ്ഞു കൊടുക്കണം. അത് ഉപയോഗിച്ചിട്ട് കിട്ടിയ റിസൾട്ടുകൾ, നമുക്ക് കിട്ടിയ റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പറയണം. അനുഭവങ്ങൾ ഒരുപാട് ആളുകളെ ആകർഷിക്കും. ടെസ്റ്റിമോണിയൽസ് ഭയങ്കര റിസൾട്ട് ഉണ്ടാക്കും. നമ്മൾ ന്യൂട്രിചാർജ് വുമൺ കഴിച്ച് ഇങ്ങനെ ഹിമോഗ്ലോബിൻ കൂടും, മുടി കൊഴിച്ചിൽ മാറും, ക്ഷീണം മാറുന്ന പറയുന്നതിനെക്കാട്ടി ഇതൊക്കെ മാറി ഒരാളുടെ വീഡിയോ കാണിച്ചു കൊടുത്താൽ, പ്ലേ ചെയ്ത് കൊടുത്താൽ അവർക്ക് മനസ്സിലാവും, ഓ ഇത് എല്ലാവർക്കും ഗുണകരമാണ്, അവർക്ക് ഇത് കിട്ടിയെങ്കിൽ എനിക്കും ഇത് കിട്ടും, അവർ പറഞ്ഞ ഒരുവിധം പ്രശ്നങ്ങളൊക്കെ എനിക്കുമുണ്ട് എന്ന് മനസ്സിലാക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രൊഡക്റ്റിന്റെ ഡെമോ കാണിക്കുക, സാമ്പിൾസ് കൊടുക്കുക, ഗുണങ്ങൾ പറയുക, വില വ്യത്യാസം പറയുക. പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടെസ്റ്റിമോണിയൽസ് ഞാൻ പറഞ്ഞു. ഹെയർ സിറം ഉപയോഗിച്ച് കിട്ടിയ റിസൾട്ടുകൾ, ന്യൂട്രിചാർജ് വുമന്റെ റിസൾട്ടുകൾ. ഇപ്പം ഞാൻ മിക്ക മീറ്റിങ്ങുകളിലും കാണിക്കുന്നതാണ്. നമ്മുടെ ആലപ്പുഴയുള്ള മുത്തുലക്ഷ്മി മാഡത്തിന്റെ ഒരു വീഡിയോ ഉണ്ട്. ന്യൂട്രിചാർജ് കിഡ്സ് ഉപയോഗിച്ചിട്ട് ആശുപത്രിയിൽ നിന്ന് ഇനി ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു വിട്ട അച്ഛൻ ഷട്ടിൽ കളിക്കുന്ന വീഡിയോ. ആ വീഡിയോ പ്ലേ ചെയ്ത് ഞാൻ കാണിക്കും. അതിൽ മുത്തുലക്ഷ്മി മാഡം പറയുന്നുണ്ട്, മുമ്പത്തെ അവസ്ഥയും ഇപ്പോഴത്തെ അവസ്ഥയൊക്കെ പറയുന്നുണ്ട്. അതൊരുവിധം ഇതുകളിൽ ഞാൻ കേൾപ്പിക്കാറുണ്ട്. അത് തന്നെ കേൾപ്പിക്കണം എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഏതാണ് ഷോർട്ടായിട്ട് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്നുള്ള റിസൾട്ടുകൾ സേവ് ചെയ്ത് പ്രത്യേകം വെക്കുക മൊബൈലുകളിൽ. ടെസ്റ്റിമോണിയൽസ് വരുമ്പോൾ അത് നമ്മളെടുത്ത് ആ സമയത്ത് പ്ലേ ചെയ്ത് വെക്കുക. അതുപോലെ നമുക്ക് ബിസ്ക്കറ്റ് തീർച്ചയായിട്ടും നമുക്ക് സാമ്പിൾസ് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ നമ്മുടെ ഹജിമാഗോലി നമുക്ക് സാമ്പിളായിട്ട് കൊടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മുടെ ടെസ്റ്റിമോണിയൽസിൽ ഞാൻ പറഞ്ഞു, ബീജയുടെ ടെസ്റ്റിമോണിയൽസ് നമുക്ക് കൊടുക്കാം. ബീജ ഉപയോഗിച്ചിട്ട് മുട്ടുവേദന മാറിയ കേസുകൾ കാണിച്ചു കൊടുക്കാം. അതുപോലെ ഡെമോ കാണിക്കുമ്പോൾ സാനിറ്ററി നാപ്കിൻ്റെ ഡെമോ ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു. അതോടൊപ്പം ചായപ്പൊടി വേണമെങ്കിൽ നമുക്ക് ഡെമോ കാണിക്കാം. പുറത്തെ ചായപ്പൊടി ഒരു ചെറിയ 10 രൂപയുടെ പാക്കറ്റ് വാങ്ങിച്ചിട്ട് നമ്മുടെ ചായപ്പൊടിയായിട്ട് ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് അതിൻ്റെ കളർ വ്യത്യാസം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഇതുപോലെ പിന്നെ നമ്മൾ അവരെ കൊണ്ടൊന്ന് ചിന്തിപ്പിക്കുക. നമ്മളൊരു ഹോം മീറ്റിങ്ങിൽ ഇറങ്ങുമ്പോൾ നമുക്കറിയുന്ന കുറേ കാര്യങ്ങൾ പറയുന്നതിൽ ഉപരി അവരെ നമ്മിലേക്ക് ഒന്ന് കൊണ്ടുവരണം. ആദ്യം തന്നെ അതാ ചെയ്യേണ്ടത്. അവരെ നമ്മളിലേക്ക്, നമ്മൾ അവരിൽ ഒരുവളായിട്ട് മാറണം. അവരോട് ആദ്യം തന്നെ അവരൊന്ന് അഭിനന്ദിക്കുക. നിങ്ങൾ ഇത്രയും തിരക്കുകളൊക്കെ ഉണ്ടായിട്ട്, അല്ലെങ്കിൽ ഇന്നൊരു ഞായറാഴ്ചയായിട്ട്, അല്ലെങ്കിൽ ഇന്ന് ഇപ്പം നോമ്പായിട്ട് നിങ്ങളിവിടെ വന്നിരുന്നല്ലോ 2 മണിക്കൂർ കേൾക്കാൻ തയ്യാറായതിൽ ആദ്യം അവർക്കൊരു അഭിനന്ദനവും കയ്യടി കൊടുക്കുക. പിന്നെ അവരോട് തന്നെ ചോദിക്കുക, നിങ്ങൾ എന്ത് പറഞ്ഞാൽ ഇവിടെ വിളിച്ചേ? തമാശയായിട്ട് ചോദിക്കുക. ഞാൻ അങ്ങനെ ചോദിക്കാറുണ്ട്. ഇന്ന് ഞാൻ ഫെമിന മേഡം എന്ത് പറഞ്ഞാൽ നിങ്ങളെ വിളിച്ചേ? ഇപ്പോൾ RCMന്റെ ഒരു മീറ്റിംഗ് ഉണ്ട്. ചിലർ RCMന്റെ മീറ്റിംഗ് എന്ന് പറഞ്ഞ് വിളിക്കും. ചിലർ ജീവിതശൈലി രോഗങ്ങളെ പറ്റിയുള്ള ബോധവൽക്കരണം, ചിലർ ആരോഗ്യ ക്ലാസ്. അപ്പോൾ എന്ത് പറഞ്ഞാണോ അവരെ വിളിച്ചിരിക്കുന്നത് അതിനനുബന്ധിച്ച് വേണം നമ്മൾ ക്ലാസ് തുടങ്ങാനായിട്ട്. ഇപ്പോൾ ബോഡി സ്കാനിങ് ക്യാമ്പയിൻ എന്ന് പറഞ്ഞ ഒരു പ്രാവശ്യം ഹോം മീറ്റിംഗ് ഞങ്ങൾ വെച്ചത്. അപ്പോൾ അവരോട് തുടക്കത്തിൽ ബോഡി സ്കാനിങ് ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയും എന്തുകൊണ്ട് രോഗങ്ങൾ വരുന്നു, രോഗം വരാതിരിക്കാൻ എന്ത് ചെയ്യണമെന്ന് ഇൻട്രഡക്ഷൻ എല്ലാം പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ ഓക്കെയാണ്. അവർ പറഞ്ഞു ഞങ്ങൾ 2 അല്ല 3 മണിക്കൂർ അതിൽ ഇരിക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിനെപ്പറ്റി പറഞ്ഞതിന് ശേഷം അവരെ ബോഡി സ്കാനിങ്ങിലേക്ക് കൊണ്ടുപോയി. അപ്പോൾ ഇതിൽ എന്തനുസരിച്ചാണ് വിളിക്കുന്നതൊന്നും പറയുന്നതൊന്നുമായി മാറരുത്. അതിനോടനുബന്ധിച്ചുള്ള കാര്യങ്ങൾ വേണം പറഞ്ഞ്, അല്ലെങ്കിൽ അതിലേക്ക് എത്തിക്കണം നമ്മൾ. അപ്പോൾ അത് ചെയ്യുക. പിന്നെ അവരെ ഒന്ന് ഇടയ്ക്ക് ചിരിപ്പിക്കുക. അല്ലെങ്കിൽ ഉണ്ടല്ലോ, ആളുകൾക്ക് ക്ലാസ് കേൾക്കുക എന്ന് പറഞ്ഞാൽ ബോറാണ്. അപ്പോൾ ആളുകളെ ഒന്ന് പറഞ്ഞ് എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തമാശ പറഞ്ഞ് ചിരിപ്പിക്കുക, അവരെ ചിന്തിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് പറയാം MNC പ്രൊഡക്റ്റുകളുടെ ഉപയോഗം. നമ്മുടെ നാട്ടിൽ ഒരു കോൾഗേറ്റ് പേസ്റ്റ് ഒരു വ്യക്തി ഉപയോഗിക്കുമ്പോൾ, അതൊരു വിദേശ കമ്പനിയുടെ ഉൽപ്പന്നമാണ്, അത് ഉപയോഗിക്കുമ്പോൾ ഒരു 2 രൂപ വെച്ച് വിദേശത്തേക്ക് പോകുന്നു എന്ന് സങ്കല്പി. 2 അല്ല പോകുന്നത്, 3 രൂപയ്ക്ക് മേളിൽ അങ്ങോട്ട് പോകുന്നുണ്ട്. അപ്പോൾ 2 രൂപ വെച്ച് ഒരു പേസ്റ്റുമ പോവുകയാണെങ്കിൽ 140 കോടി ജനങ്ങളുള്ള ഇന്ത്യയിൽ 100 കോടി ജനങ്ങൾ ഒരു പേസ്റ്റ് ഉപയോഗിക്കുമ്പോൾ 2 രൂപ വെച്ച് പോയാൽ 200 കോടി രൂപ വിദേശത്തേക്ക് പോകില്ലേ? നമ്മുടെ നാട്ടിൽ ക്രയവിക്രയം നടക്കേണ്ട വരുമാനം, പൈസേനെ വിദേശത്തേക്ക് വിടുമ്പോൾ
എങ്ങനെയാണ് നമ്മുടെ രാജ്യത്തെ കാര്യങ്ങൾ നടക്കാൻ, നമ്മുടെ നാട് എങ്ങനെ വികസിത രാജ്യമാവും, എന്തുകൊണ്ട് നമ്മുടെ മക്കൾ വിദേശത്തേക്ക് പോകുന്നു, എന്തുകൊണ്ട് ഇവിടെ തൊഴിലില്ലായ്മ പ്രശ്നങ്ങൾ, സാമ്പത്തിക പ്രതിസന്ധി വരുന്നു എന്ന് അവരെ കൊണ്ട് ചിന്തിപ്പിക്കുക. അത് ബോർഡിൽ എഴുതി വേണം ചെയ്യാനായിട്ട് കേട്ടോ. പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ തലയുടെ വെളിപ്പ് കണക്കൊക്കെ പറന്നു പോകും. അതുകൊണ്ട് എഴുതി തന്നെ പറയണം. പിന്നെ നമ്മൾ പറയേണ്ട കാര്യമാണ്, അവരെ ചിന്തിപ്പിക്കാൻ വേണ്ടി നമ്മൾ പറയേണ്ട കാര്യമാണ് ഡ്യൂപ്ലിക്കേഷൻ. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ എല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ടാണ് വ്യാജ കമ്പനികൾ. കോൾഗേറ്റിന്റെ വ്യാജ കമ്പനിയെ പിടിച്ചു, അല്ലെങ്കിൽ ലക്ഷ്മണരേഖ പോലത്തെ സാധനങ്ങൾ ഉണ്ടായിരുന്നു, ക്ലോസപ്പ് ഉണ്ടായിരുന്നു, ടോയ്ലറ്റ് ക്ലീനർ ഒരുപാട് ഡ്യൂപ്ലിക്കേഷൻ പിടിച്ചു എന്നുള്ള ന്യൂസുകൾ നമ്മൾ കാണുന്നുണ്ട്. അതിൻ്റെയൊക്കെ പേപ്പർ കട്ടിങ് നിങ്ങളുടെ കയ്യിൽ അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോസിൻ്റെ ഒരു ഇത് ഉണ്ടെങ്കിൽ, ഒരു കളക്ഷൻ ഉണ്ടെങ്കിൽ അത് വളരെ ഗുണം ചെയ്യും. അത് നിങ്ങൾക്ക് അവിടെ പ്രസന്റ് ചെയ്യാം. അവിടെ അപ്പൊ അവരോട് ചിന്തിപ്പിക്കുക. നമ്മൾ 2006 സർവേയിൽ 52% ഡ്യൂപ്ലിക്കേറ്റ് എന്ന് പറയുമ്പോൾ രണ്ട് സാധനം എടുത്താൽ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് എന്നാണ് അന്ന് പറഞ്ഞത്. രണ്ട് സാധനം എടുത്താൽ ഒന്ന് ഡ്യൂപ്ലിക്കേറ്റ് ആണെങ്കിൽ ഇന്ന് 2026 ആയിരിക്കുമ്പോൾ അത് എത്രയായിട്ട് മാറിയിട്ടുണ്ടാവും. നിങ്ങളൊരു ലെക്സ് സോപ്പ് മേടിക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളൊരു കോൾഗേറ്റ് പേസ്റ്റ് മേടിക്കുമ്പോൾ അത് ഒറിജിനൽ ആണ്, കമ്പനി തന്നെ ഇറക്കിയ സാധനമാണെന്ന് നമുക്ക് വിശ്വസിക്കാൻ യാതൊരു നിർവാഹമില്ലാത്ത അവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ശരിയല്ലേ? എല്ലാം അവരോട് ചോദിക്കുക, അവര് യെസ് പറയണം. നമ്മളെല്ലാത്തിനും യെസ് പറയണ്ട. പല കാര്യങ്ങളും അവരെ കൊണ്ട് യെസ് പറയിപ്പിക്കുക. പിന്നെ നമ്മൾ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇതൊക്കെ ചിന്തിപ്പിക്കുന്നു, അവരെ കൊണ്ട് തീരുമാനം എടുപ്പിക്കുന്ന രീതിയിൽ. ട്രഡീഷണൽ മാർക്കറ്റിംഗ് ഡയറക്റ്റ് മാർക്കറ്റിംഗ് വ്യത്യാസം നമ്മൾ പറയണ്ടെന്നാണ് നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കാരണം പ്രൊഡക്റ്റിന്റെ ഗുണവും ഇതെല്ലാം പറയുമ്പോഴേക്കും നമുക്ക് 1 മണിക്കൂറിനുള്ളിൽ പരമാവധി നിർത്തണം എന്നാണ് ഹോം മീറ്റിംഗ്. അപ്പോൾ നമുക്ക് അതിനുള്ള സമയം കിട്ടുള്ളൂ. അവിടെ ട്രഡീഷണൽ മാർക്കറ്റിൽ ഇതിന്റെ വ്യത്യാസം നമുക്ക് ജസ്റ്റ് പറയാം, ഇത് ഡ്യൂപ്ലിക്കേഷനും പറയാം, വിദേശ കമ്പനികളുടെ ഇത് പറയാം. നമുക്ക് നല്ല ഒറിജിനൽ ക്വാളിറ്റി പ്രൊഡക്ട്സ് കിട്ടാനും ചെലവ് ചുരുങ്ങാനുള്ള അവസരം നമുക്ക് പറഞ്ഞു കൊടുക്കാം. പിന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ നമ്മുടെ ലീഡേഴ്സൊക്കെ കാണിച്ചിട്ടുണ്ട്, ഒരു കൂജ വരച്ചിട്ട് കൂജയിലേക്ക് വരുമാനം വരുന്നതും അതിൽ നിന്ന് തുളകളായിട്ട് പല പല രീതിയിൽ ചെലവായിട്ട് പോകുന്നതും. ചെലവായിലേക്ക് പാലിന്റെ പൈസ, പത്രത്തിന്റെ പൈസ, കറണ്ട് പൈസ, EMI, ആശുപത്രി ചെലവ്, വിദ്യാഭ്യാസ ചെലവ്, വീട്ടു സാധനങ്ങൾ മേടിക്കുന്നത്, തുണികൾ മേടിക്കുന്നത്, അങ്ങനെ ആ കൂജയ്ക്ക് മൊത്തം ഒട്ടയാണ്. ഇത് വരച്ച് വേണമെങ്കിൽ നിങ്ങൾക്ക് കാണിക്കാം. അപ്പോൾ ഇത് പലചരക്ക് കടയിൽ നിന്നോ സൂപ്പർ മാർക്കറ്റിൽ നിന്നോ മാളുകളിൽ നിന്നോ ആണ് മേടിക്കുന്നെങ്കിൽ ഒന്നിൽ നിന്നും തിരിച്ചൊരു വരുമാനം ഈ പൂജയിലേക്ക് വരില്ലെന്നും, RCM ആണ് നിങ്ങൾ അവിടെ ഷോപ്പായിട്ട് സെലക്ട് ചെയ്യുന്നത്. വീട്ടു സാധനങ്ങൾക്ക് വേണ്ടിയും തുണികൾ എടുക്കാനും നമ്മുടെ ഷോപ്പിനെ സെലക്ട് ചെയ്യുമ്പോൾ അത് RCM ഷോപ്പാണ് നിങ്ങൾ സെലക്ട് ചെയ്യുന്നതെങ്കിൽ അതിൽ നിന്ന് തിരിച്ചൊരു വരുമാനം ഈ പൂജയിലേക്ക് വരുമെന്നും വരച്ച് കാണിച്ചു കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് അവരോട് പറയണം, ഇവിടെ നമ്മൾ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ സ്വീകരിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും. അവർക്ക് വിട്ടുകൊടുക്കുക തീരുമാനം. പക്ഷേ ഇത് നിങ്ങൾ ചെയ്തില്ലെങ്കിൽ അപ്പോൾ നമ്മൾ വില വ്യത്യാസം കാണിക്കുമ്പോൾ ഉണ്ടാവുന്ന ഒരു വ്യത്യാസം ഉണ്ടല്ലോ. ഇപ്പോൾ 900 രൂപയ്ക്ക് മേടിക്കുന്ന സാധനം നമ്മുടെ ഇതിൽ 700 രൂപയ്ക്ക് മേടിക്കുമ്പോൾ ഒരു 200 രൂപയുടെ ഡിഫറൻസ്. അത് ഒരു മാസം എത്ര നമുക്ക് ലാഭം, 200 രൂപ നമുക്ക് ലാഭിക്കാം RCM ഷോപ്പിൽ നിന്ന് മേടിച്ചാൽ. അത് ഒരു മാസം 200 ആണെങ്കിൽ ഒരു വർഷം 12 × 200 കാണിച്ചു കൊടുക്കുക. അതൊരു 20 വർഷമായിട്ട് നമ്മൾ ചെയ്യുമ്പോൾ 12 × 200 × 12 അല്ല 20, എത്ര ലക്ഷം രൂപയാണ് നമ്മുടെ കയ്യിൽ നിന്ന് ഇടനിലക്കാരും പരസ്യക്കാരും കൊണ്ടുപോകുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിക്കൂ. നമ്മൾ പണിയെടുക്കുന്ന പൈസ മമ്മൂട്ടി, മോഹൻലാൽ, ഐശ്വര്യ റായ്, മഞ്ജു വാര്യർ ഇവരൊക്കെ കൊണ്ടുപോകുന്നു, ഇടനിലക്കാർക്ക് കൊടുക്കുന്നു. നമ്മുടെ വീട്ടിൽ വീണ്ടും നമ്മൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു. കാശ് കൊടുത്ത് കടിക്കുന്ന പട്ടിയെ വാങ്ങുന്നു എന്ന് പറഞ്ഞ പോലെ പല സാധനങ്ങളും നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുമ്പോൾ നമുക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ കൂടിക്കൊണ്ടിരിക്കുന്നു, ആശുപത്രി ചെലവും വരുന്നു. ഇവിടെ നമുക്ക് വീട്ടു ചെലവ് കുറയുന്നു, ആശുപത്രി ചെലവ് വരാതെ നോക്കാനായിട്ട് സഹായിക്കും. ഇങ്ങനത്തെ കാര്യങ്ങൾ പറഞ്ഞ് അവരെ ചിന്തിപ്പിച്ച് അതിൽ നിന്ന് തന്നെ ജോയിനിങ്ങുകൾ വരും, അതിൽ നിന്ന് തന്നെ സെയിൽ നടക്കും. നമ്മൾ എപ്പോഴും ഹോം മീറ്റിങ്ങിൽ റിസൾട്ട് ഉണ്ടാവുന്നുണ്ടോ എന്ന് നമ്മളൊന്ന് ഫോക്കസ് ചെയ്യണം. കാരണം റിസൾട്ട് ഉണ്ടാവുന്നില്ലെങ്കിൽ എവിടെയാണ് ഞാൻ തിരുത്തേണ്ടത്, എവിടെയാണ് ഞാൻ മാറ്റം കൊണ്ടുവരേണ്ടതെന്ന് ഓരോ മീറ്റിങ്ങിലും വ്യത്യാസമായിട്ട്. ഇപ്പം ഞാനിപ്പോൾ ഹോം മീറ്റിങ്ങിന് പോകുമ്പോൾ ഞാൻ പ്രാർത്ഥിച്ചിട്ടാണ് പോകുന്നത്. അതായത് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ അവർക്ക് എന്താണോ വേണ്ടത് അത് കൊടുക്കാൻ എനിക്ക് സാധിക്കണേ. ഇന്നലെ എടുത്ത മീറ്റിംഗ് പോലെയല്ല ഇന്നലത്തെ ഓഡിയൻസ് അല്ല ഇന്നത്തെ ഓഡിയൻസ്, ഇന്നത്തെ ഓഡിയൻസ് അല്ല നാളത്തെ ഓഡിയൻസ്. അപ്പോൾ ഓരോ ഏരിയയിലും അവരെന്താണ് പ്രതീക്ഷിക്കുന്നത്. യൂത്തുകളാണ് ഇരിക്കുന്നതെങ്കിൽ പറയേണ്ടത് വേറെ ഒന്നാണ്, അതുപോലെ വയസ്സായ ആൾക്കാരാണ് ഓഡിയൻസ് എങ്കിൽ പറയേണ്ടത് വേറെ ഒന്നാണ്. മിക്സ്ഡ് ഓഡിയൻസ് ആണെങ്കിൽ എല്ലാവരുടെയും കാര്യങ്ങൾ ടച്ച് ചെയ്യണം. അപ്പോൾ ഓരോ കാറ്റഗറി ആൾക്കാരെ നമ്മൾ കണ്ടുകൊണ്ട് വേണം ഹോം മീറ്റിംഗ് എടുക്കാൻ. അല്ലാതെ ഇതേപോലെ തന്നെ എല്ലാവരുടെയും പോയി എടുത്താൽ നമുക്ക് റിസൾട്ടുകൾ ഒരുപോലെ കിട്ടണം എന്നില്ല.
അപ്പം അതിൽ നമ്മൾ മാറ്റങ്ങൾ വരുത്തുക. അപ്പം നമ്മൾ സെയിൽ ചെയ്താൽ നമുക്ക് ഈ മാസം PV കൂട്ടി 25,000 PV ഹോം മീറ്റിങ്ങുകൾ നടത്തുന്നതിലൂടെ നമുക്ക് ഉറപ്പായിട്ട് ജോയിനിങ്ങൾ കിട്ടും. എല്ലാം മിക്ക ദിവസവും ഞാൻ പറയുന്നു, ആഴ്ചയിൽ ഒരു 5 ഹോം മീറ്റിംഗ് വെച്ച് എല്ലാവരും പ്ലാൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് 10 അല്ല അതിൽ കൂടുതൽ ജോയിനിങ്ങൾ ഈ മാസം ഓരോരുത്തർക്കും കൊണ്ടുവരാൻ സാധിക്കും. നമ്മുടെ ടീമിൽ വലിയൊരു ബൂമിങ് അല്ലെങ്കിൽ വലിയൊരു ഗ്രോത്ത് കൊണ്ടുവരാൻ, വലിയൊരു PV ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഒരു അവസരം നമുക്കുണ്ട്. അതിന് ഒരാൾ മാത്രം മനസ്സ് വെച്ചതുകൊണ്ട് കാര്യമില്ല. ടീം ഒന്നടങ്കം എല്ലാവരും എഫേർട്ട് ഇടണം. ചിലർക്ക് മീറ്റിംഗ് എടുക്കാൻ സാധിക്കില്ല, വേണ്ട, അവർ മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്യുക. എടുക്കാൻ കഴിവുള്ള ഒരാളെ അവിടെ കൊണ്ടുവന്ന് മീറ്റിംഗ് എടുപ്പിക്കുക. ചിലർക്ക് മീറ്റിംഗ് എടുക്കാനാണ് സാധിക്കുക, കോർഡിനേറ്റ് ചെയ്യാൻ അത്ര കഴിവുണ്ടാവില്ല. അപ്പോൾ കോർഡിനേറ്റ് ചെയ്യുന്ന ആളോട് മീറ്റിംഗ് കോർഡിനേറ്റ് ചെയ്തിട്ട് അവിടേക്ക് നമ്മൾ പോയി എടുത്തു കൊടുക്കുക, അതിന് യാതൊരു തടസ്സങ്ങളും ഇല്ലാതെ. അതുപോലെ മൂന്നാമത്തെ ഒരു കാര്യമാണ് PV ജനറേറ്റ് 1-to-1 അപ്പോയിൻമെന്റ് എടുത്തിട്ടുള്ള പ്ലാൻ പറയുന്നത്. അപ്പോയിൻമെന്റ് എടുക്കുന്നു, നമ്മുടെ ലിസ്റ്റ് അനുസരിച്ച് നമുക്ക് എല്ലാവർക്കും ഒരു 2 ലിസ്റ്റ് വേണമെന്ന് നമ്മൾ 6/6 പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ റൂളാണ് ലിസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളത്. ആദ്യത്തെ റൂള് 100% പ്രൊഡക്റ്റ് ഉപയോഗിക്കുക, ഷെയർ ചെയ്യുക. രണ്ടാമത്തെ റൂള് സ്വപ്നങ്ങളുടെ ലിസ്റ്റ്, അതുപോലെ പ്രോസ്പെക്റ്റിന്റെ ലിസ്റ്റ്. ഈ ലിസ്റ്റ് പ്രകാരം അപ്പോയിൻമെന്റ് എടുത്ത് 5 പേരെ ഒരു ദിവസം അപ്പോയിൻമെന്റ് എടുക്കുന്നു. അതിൽ 3 പേരെങ്കിലും അപ്പോയിൻമെന്റ് ഫിക്സ് ചെയ്യുകയും അവരെ 3 പേരെങ്കിലും 1-to-1 നമ്മൾ മീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയാ, കഴിവ് കുറവാണെങ്കിൽ, നമ്മുടെ അറിവ് കുറവാണെങ്കിൽ, നമ്മളൊരു പുതിയ അസോസിയേറ്റ് ബയർ ആണെങ്കിൽ നമ്മുടെ തൊട്ട് മേലെയുള്ള ലീഡറുടെ ഹെൽപ്പ് നമ്മൾ എടുക്കുക, അവരെ കൂട്ടിയിട്ട് പോകുക. അവിടെ നമ്മൾ അധികം സംസാരിക്കാതെ ലീഡർ എങ്ങനെയാണ് സംസാരിക്കുന്നത്, ലീഡർ എങ്ങനെയാണ് പ്രസന്റ് ചെയ്യണതെന്ന് നമ്മൾ അവിടെ സസൂക്ഷ്മം നിരീക്ഷിക്കുക. ആ സമയത്ത് മൊബൈൽ ഫോൺ കളിച്ചുകൊണ്ടിരിക്കുകയോ പുറത്തേക്ക് ഇറങ്ങിപ്പോകുകയോ ഇടയിൽ കയറി ആവശ്യമില്ലാതെ തർക്കത്തിലേക്ക് പോവുകയോ സംസാരത്തിലേക്ക് പോവുകയോ, ചിലർ വീട്ടുവിശേഷം പറഞ്ഞ് കത്തിക്കയറും. നമ്മൾ എന്തിനാ അവിടെ പോയത്, നമ്മൾ ആവശ്യം പറയാനാ പോയത്. അവസാനം പറഞ്ഞ് എങ്ങാണ്ടുള്ള ഒരു ബന്ധുണ്ടെന്ന്, ആ ബന്ധുവിന്റെ ബന്ധാണ് ഇവരെന്ന് പറഞ്ഞ് കുറെ വീട്ടുകാരും കഥയും പറഞ്ഞ് തിരിച്ചു പോരും. ഒരിക്കലും അങ്ങനെ ഉണ്ടായത്, വിഷയത്തിൽ നിന്ന് മാറിപ്പോകാതെ, കൂടെയുള്ള ഒരാൾ വിഷയത്തിൽ നിന്ന് മാറില്ല. നമ്മുടെ ലക്ഷ്യം എന്താ, RCMലേക്ക് അടുപ്പിച്ചുകൊണ്ടിരിക്കുക. അതിന് വേണ്ട കാര്യങ്ങൾ നമ്മൾ ഡൈവേർട്ട് ചെയ്ത് പറഞ്ഞുകൊണ്ടിരിക്കാം. അപ്പോൾ ആളുകളെ 1-to-1 ചെയ്യുക, ഹോം മീറ്റിംഗ് എടുക്കുക, സെയിൽ ചെയ്യുക. ഇത് മൂന്നിലൂടെയും PV ജനറേറ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ഈ പറഞ്ഞ 3 കാര്യങ്ങളും നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ സ്കില്ല് കൂടണമെങ്കിൽ എന്ത് വേണം, നമ്മൾ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യണം. ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാത്ത ഒരു വ്യക്തിക്കും ട്രെയിനിങ് കൊടുക്കാൻ പറ്റില്ല. എനിക്ക് ഹോം മീറ്റിംഗ് കൊടുക്കണമെങ്കിൽ ഞാൻ ഹോം മീറ്റിംഗ് നിരന്തരം അറ്റൻഡ് ചെയ്യണം. ഒരു അറിയുന്ന ലീഡർ എവിടെയാണോ ഹോം മീറ്റിംഗ് എടുക്കുന്നത്, ആ ലീഡറുടെ ട്രെയിനിങ്ങുകൾ നിരന്തരം കേൾക്കുമ്പോൾ, വ്യത്യസ്തമായ ലീഡറുകളുടെ കേൾക്കുക, ഞാൻ പറയുന്നു ഒരാളുടെ മാത്രം കേൾക്കണ്ട, പല ലീഡേഴ്സിന്റെ ഹോം മീറ്റിങ്ങുകൾ കേൾക്കുമ്പോൾ പലരുടെയും ശൈലി വ്യത്യാസമാണ്. എനിക്കത് ഇഷ്ടമാണത്. പലരുടെയും ഹോം മീറ്റിങ്ങുകൾ, പലരുടെയും ട്രെയിനിങ്ങുകൾ അറ്റൻഡ് ചെയ്യാൻ എനിക്ക് ഇഷ്ടമാണ്. ഓരോരുത്തരിൽ നിന്നും ഓരോരോ പോയിന്റ്സ് നമുക്ക് വ്യത്യസ്തമായിട്ട് കിട്ടും. ഇതെല്ലാം കൂടി നമുക്ക് മിങ്കിൾ ചെയ്ത് നമ്മുടേതായ ഒരു ഇതിലുണ്ടാക്കാം. ഇവിടെ കോപ്പിയടിയാണല്ലോ, RCMൽ മൊത്തം കോപ്പിയടിയാണല്ലോ നടക്കണേ. അപ്പോൾ നമുക്ക് കോപ്പി അടിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണത്, എല്ലാ ലീഡേഴ്സ് തുടക്കത്തിൽ എവിടെയൊക്കെ ഹോം മീറ്റിംഗ് നടക്കുന്നു, എവിടെയൊക്കെ ഹോൾ പ്രോഗ്രാം നടക്കുന്നു, എവിടെയൊക്കെ എപ്പോഴൊക്കെ സൂം പ്രോഗ്രാം ഉണ്ടോ, ഫുൾ അറ്റൻഡ് ചെയ്യുക. അതിൽ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമായി വരും. ഇതൊന്നും ചെയ്യാതെ ഇരുന്നിട്ട് ഒരിക്കലും ഒരു ട്രെയിനറായിട്ടോ, ഒരു ഹോം മീറ്റിംഗ് എടുക്കുന്ന വ്യക്തിയായിട്ടോ, ഒരു സെയിൽ ചെയ്യുന്ന വ്യക്തിയായിട്ടോ, ഒരു 1-to-1 പറയുന്ന വ്യക്തിയായിട്ടോ മാറാൻ പറ്റില്ല. ട്രെയിനിങ് എടുക്കുകയും വേണം, അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങുകയും വേണം. എല്ലാം പഠിച്ചിട്ട് ഞാൻ ഇറങ്ങാമെന്ന് പറഞ്ഞിരുന്നാലും കാര്യമില്ല. ഞാൻ നന്നായിട്ട് എൻ്റെ കാലിബറൊക്കെ കൂടി വരട്ടെ, എന്നിട്ട് ഞാൻ സെയിൽസിന് ഇറങ്ങാം, എന്നിട്ട് ഞാൻ പ്ലാൻ പറയാം, എന്നിട്ട് ഞാൻ ഹോം മീറ്റിംഗ് പറയാം. നടക്കുന്ന കാര്യമല്ല. പെർഫെക്ഷൻ ഒരിക്കലും നടക്കാത്ത കാര്യമാണ്. നമ്മൾ അറിഞ്ഞത് വെച്ച് ഇറങ്ങാം. അപ്പം നമുക്ക് മനസ്സിലാവും ഇത് പോരാ. ഇറങ്ങാതിരിക്കുമ്പോഴാണ് ഞാനൊക്കെ പഠിച്ചു, എനിക്ക് 6/6 അല്ലേ, അത് ഇഷ്ടംമാതിരി കേട്ടിട്ടുണ്ട്. വാട്ട് ഈസ് RCM അതൊക്കെ എനിക്ക് കാണാപ്പാടാണ്. പക്ഷെ ഒരു സ്റ്റേജിൽ നിന്ന് പറയാൻ പറഞ്ഞാലോ, ഒരാളോട് അതിന് അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അവർക്ക് തീരുമാനം എടുക്കുന്ന രീതിയിൽ, അവർക്ക് എങ്ങനെ അത് തലയിലേക്ക് കയറ്റി കൊടുക്കാമെന്ന് പറഞ്ഞാലോ പലപ്പോഴും പലർക്കും സാധിക്കാറില്ല. അതിൻ്റെ കാരണം പ്രാക്ടീസ് ഇല്ലാത്തതാ. പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ പ്രാക്ടീസ് തന്നെ ചെയ്യണം. പ്രാക്ടീസ് ചെയ്യാൻ വേറൊരു ഷോർട്ട് കട്ട് ഇല്ല, നമ്മളത് ചെയ്യുക തന്നെ. ഫീൽഡിൽ സെയിൽ ചെയ്യാൻ പഠിക്കണമെങ്കിൽ സെയിലിൽ ഇറങ്ങി തന്നെ പറ്റുള്ളൂ. ഹോം മീറ്റിംഗ് എടുക്കാൻ പഠിക്കണമെങ്കിൽ ഹോം മീറ്റിംഗ് കേൾക്കണം, അതിനുശേഷം നമ്മൾ എടുക്കാൻ തയ്യാറാവണം. ആദ്യം 5 മിനിറ്റ് സംസാരിക്കുക, പിന്നെ ഒരു 5 മിനിറ്റ് സംസാരിക്കുക, ആദ്യം സ്വാഗതം പറയുക, ക്ലോസ് ചെയ്യുക, അങ്ങനെ ഓരോന്ന് സംസാരിച്ച് നമ്മൾ അതിൽ 2-3 പ്രൊഡക്റ്റ് പറയാൻ തുടങ്ങുക. പിന്നെ ഫുള്ളായിട്ട് നമ്മൾ കൈകാര്യം ചെയ്യാൻ പഠിക്കും.
ഇങ്ങനെ എല്ലാ രീതിയിലും നമുക്ക് RCM എന്ന് പറഞ്ഞ പ്രസ്ഥാനം നമുക്ക് ലീഡേഴ്സ് ഒരുപാട് പ്രോഗ്രാമുകൾ നമുക്ക് അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. നമ്മൾ അവിടെ പോയിരുന്ന് ആ പറയുന്ന കാര്യങ്ങൾ കേട്ട് ഉൾക്കൊണ്ടാൽ മതി. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരു ക്ലാസ് നമ്മൾ ഒരിക്കൽ കേൾക്കുമ്പോൾ പിന്നീട് നമ്മുടെ മനസ്സിൽ ആദ്യം തന്നെ കൺസെപ്റ്റ് വരും. എന്താണ്? ഇത് നീ കേട്ടതാണ് കേട്ടോ, നീ അധികം ഒന്നും ഇങ്ങോട്ട് ശ്രദ്ധിക്കണ്ട, കുറച്ചൊക്കെ നീ ഫോണിൽ ശ്രദ്ധിച്ചോ, കുറച്ചൊക്കെ നീ പുറത്തേക്ക് ഇറങ്ങി പോയിക്കോ, മൂത്രമൊഴിക്കാനൊക്കെ പോയിക്കോ, അവിടെ കുറച്ച് നേരമൊക്കെ റിലാക്സ് ചെയ്തിട്ട് വന്നാൽ മതി. പലപ്പോഴും വലിയ പ്രോഗ്രാമുകളിലൊക്കെ സംഭവിക്കാറുണ്ട്. അങ്ങനെ നമ്മൾ ചിന്തിക്കാൻ പാടില്ല. ഓരോ പ്രോഗ്രാമും പുതിയ പ്രോഗ്രാമാണ്, ഞാൻ ആദ്യമായിട്ടാണ് ഇത് കേൾക്കുന്നത് എന്നുള്ള സീരിയസ്നെസ്സിൽ കേൾക്കുക, ഉൾക്കൊള്ളുക. എല്ലാവർക്കും RCMലൂടെ ഈ ഒരു മാർച്ച് മാസം വലിയ വലിയ പിൻ ലെവലുകൾ എത്താൻ സാധിക്കട്ടെ. എല്ലാവരും ടീമിൽ അച്ചീവേഴ്സിനെ കൊണ്ടുവരാൻ സാധിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആശംസകളും നേരുന്നു വേണ്ടിയിട്ടും. അതുപോലെ ക്ലാസ്സുകൾ കേൾക്കുമ്പോൾ നോട്ട്സ് എഴുതി വെക്കുക. നമ്മൾ ഇപ്പൊ ഇന്ന് ഹോം മീറ്റിംഗിന്റെ ക്ലാസ് കേൾക്കുന്നു, നാളെ നമുക്കൊരു പ്രൊഡക്റ്റ് സുരേഷ് സാറിന്റെയോ അല്ലെങ്കിൽ ഡോക്ടർ രാജൻ സാറിന്റെയോ ഒക്കെ പ്രൊഡക്റ്റ് ട്രെയിനിങ് ആയിരിക്കാം. അപ്പോൾ ആ പ്രൊഡക്റ്റിനെ പറ്റി നമ്മൾ നോട്ട്സ് എഴുതി വെക്കുക. ഇന്ന് തുടക്കക്കാർക്ക് സുഖമായിട്ട് അത് ചെയ്യാൻ പറ്റും, കാരണം ടീം ആയിട്ടില്ല. അപ്പോഴാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സമയം. ടീം ആയി കഴിഞ്ഞാൽ നമുക്ക് അത്ര സമയം കിട്ടില്ല. അപ്പോൾ ആ സമയത്ത് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നോട്ട്സ് എഴുതി വെക്കുക. ഈ നോട്ട്സ് നമ്മളൊരു ലീഡറായിട്ട് മാറുന്ന സമയത്ത്, നമ്മളൊരു റോയൽറ്റിയോ അല്ലെങ്കിൽ നമ്മളൊരു ടെക്നിക്കലോ ഒരു എമറാൾഡ് അതിൻ്റെ മുകളിലൊക്കെ ആവുന്ന സമയത്ത് ഈ നോട്ട്സ് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പ്രൊഡക്റ്റുകൾക്ക് വേണ്ടി മാത്രം ഒരു ബുക്ക് എഴുതുക. എല്ലാ സെഗ്മെന്റിനെ പറ്റിയും ഹോം മീറ്റിങ്ങുകളിൽ ഒന്ന് സൂചിപ്പിച്ച് വെക്കുക. അതിൽ വിശദീകരിക്കാൻ എല്ലാം പറ്റില്ല, പക്ഷേ നമുക്ക് ഇതുപോലെ എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ള പെയിന്റ് ഉണ്ട്, നമുക്ക് ജൈവ കൃഷി ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജൈവ വളങ്ങളുണ്ട്. അതിൽ എടുത്തു പറയാവുന്നതാണ് ഗാർഡൻ ഗോൾഡ്, അതുപോലെ ഡിഫെൻഡ്, സോയിൽ ഹെൽത്ത്, ഫ്രൂട്ട് സ്പെഷ്യൽ. ഗാർഡൻ ഗോൾഡ് എല്ലാ പൂച്ചെടികൾക്കും എല്ലാ പച്ചക്കറി കൃഷികൾക്കും ഉപയോഗിക്കാം. ജൈവ വളമായിട്ട് RCMലുള്ള ഒരേ ഒരു പ്രൊഡക്റ്റ് ഗാർഡൻ ഗോൾഡ് ആണ്. പക്ഷേ തെങ്ങിന്റെ കേടുകൾ, ജാതിയുടെ കേടുകൾ, കവുങ്ങിന്റെ പ്രശ്നങ്ങൾ, വലിയ വലിയ മരങ്ങൾ, ഫ്രൂട്ടുകൾ, അതിനെയൊക്കെ പരിരക്ഷിക്കാനും അതിന്റെ കേടുപാടുകൾ മാറ്റാനും അതിൽ നിന്ന് കൂടുതൽ ഫലങ്ങൾ കിട്ടാനുമുള്ള പ്രൊഡക്റ്റാണ് നമ്മുടെ സോയിൽ ഹെൽത്ത് ഫ്രൂട്ട് സ്പെഷ്യൽ ഡിഫെൻഡ്. അപ്പൊ ജാതിക്ക കൊഴിഞ്ഞു പോകുന്നത്, മച്ചിങ്ങ കൊഴിച്ചില്, അല്ലെങ്കിൽ തെങ്ങിന്റെ മണ്ട കേടുവരുന്നത്, ഈ പ്രശ്നങ്ങൾക്കുള്ള പ്രൊഡക്റ്റ് ഇവിടെ ഉണ്ട് എന്ന് പറയാം. ബാക്കി വിശദീകരണം നമുക്ക് പിന്നെ കൊടുക്കാം. കീസോളിൽ 1-2 പ്രൊഡക്റ്റ് എങ്കിലും നമ്മൾ മെൻഷൻ ചെയ്യാതെ പോകരുത്. അത് ഞാൻ പറയുന്നു. ഞാൻ മുമ്പ് ഞങ്ങളുടെ നന്ദനൻ സാറ് ഞങ്ങളുടെ വജ്രായുധമായിട്ട് എടുത്തിരുന്നത് BB ക്രീമും കോമ്പാക്ട് പൗഡർ ആയിരുന്നു. ഇപ്പൊ ആ വജ്രായുധം കുറച്ച് താഴെ നിൽക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ലിക്വിഡ് ഫൗണ്ടേഷൻ ആണ് വജ്രായുധമായിട്ടിരിക്കണേ. കുറച്ച് ലിക്വിഡ് ഫൗണ്ടേഷൻ എടുക്കുന്നു, കൈയുടെ ഇവിടെ ഒരു പൊട്ട് പോലെ വെക്കുന്നു, ടാപ്പ് ചെയ്ത് കൊടുക്കുന്നു, എന്നിട്ട് അത് സ്പ്രെഡ് ചെയ്തതിനു ശേഷം 2 കൈ തമ്മിൽ വ്യത്യാസം അവരോട് തന്നെ നോക്കാൻ പറയാം. അപ്പൊ അവർ പറയും നല്ല വ്യത്യാസം ഉണ്ടല്ലോ. ഞാൻ പറയും ഇത് മുഖത്തിട്ടാൽ ഇതിലും അടിപൊളി വ്യത്യാസമായിരിക്കും, ഞാൻ മുഖത്തിട്ട് തരാം. അപ്പൊ ഒരു ഫോട്ടോ എടുക്കുക. ഒരു ഫോട്ടോ പറയലും പ്രവർത്തനമൊക്കെ ചടപടയെന്ന് കഴിയണം, ഇല്ലെങ്കിൽ ഇവർ ആലോചിച്ച് അത് ഞാനിത് ഇടാറില്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറയും. എന്നിട്ടൊരു ഫോട്ടോ എടുക്കുന്നു, അതിനുശേഷം നമ്മൾ ലിക്വിഡ് ഫൗണ്ടേഷൻ മുഖത്തൊക്കെ ഇട്ട് കൊടുക്കുന്നു, നല്ല സുന്ദരിയാക്കുന്നു, വീണ്ടും ഒരു ഫോട്ടോ എടുക്കുന്നു, അവരെ കാണിക്കുന്നു. അപ്പോൾ അവർ ഇത് കൊള്ളാലോ, ഞാൻ പറയും ഇത് അടിപൊളിയാണ്. അപ്പം കൂടെ നിൽക്കുന്നവരും പറയും നല്ല വ്യത്യാസം ഉണ്ട് കേട്ടോ, നല്ല ഭംഗിയുണ്ട് കേട്ടോ എന്ന് അവരും പറയും. അപ്പോൾ അങ്ങനെ അത് സെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. കീസോൾ പ്രൊഡക്ട്സ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഗുണമാണ്. പിന്നെ ഹോം മീറ്റിംഗ് എടുക്കാൻ പോകുന്ന ആള് ഇച്ചിരി ലിപ്സ്റ്റിക്കും ഇത്തിരി ഫൗണ്ടേഷനും ഇത്തിരി സ്ട്രോബ് ക്രീമും ഒക്കെ ഇട്ട് പോയാൽ അവർക്ക് മനസ്സിലാകും ഇത് നല്ലതാണെന്ന്, ഇവർ ഉപയോഗിക്കുന്നുണ്ടല്ലോ, എനിക്കും ഇത് ഉപയോഗിക്കാമെന്ന്. നമ്മൾ ഇതൊന്നും ഉപയോഗിക്കാതെ അവിടെ നിന്ന് ലിപ്സ്റ്റിക്ക് നല്ലതാണ്, ഫൗണ്ടേഷൻ നല്ലതാണെന്ന് പറയുമ്പോൾ നിങ്ങൾ ഇതൊന്നും ഇടുന്നില്ലല്ലോ, ഇത്ര നല്ലതായിട്ട് എന്ത് നിങ്ങൾ ഇതൊന്നും ഇടാത്തേന്ന് തിരിച്ചു ചോദിക്കുമ്പോൾ പരമാവധി ചില വീടുകളിൽ വലിയ റെസ്ട്രിക്ഷൻ ഒക്കെ ഉണ്ടാവും, അവരോട് ഞാൻ ഒന്നും പറയുന്നില്ല. അല്ലാത്തവര് ഇത് ഉപയോഗിച്ച് ഒരു സുന്ദരിയായിട്ട് ഒരു സുന്ദരനായിട്ടൊക്കെ നിന്ന് ഹോം മീറ്റിംഗ് എടുക്കുകയാണെങ്കിൽ അവർക്ക് കാണുമ്പോൾ കണ്ണിനൊരു ആനന്ദം, ഒരു കേട്ടിരിക്കാൻ ഒരു സന്തോഷം, ചിരിച്ചുകൊണ്ട് സംസാരിക്കുക. നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ വളരെ സ്റ്റഡി വടിയായിട്ട് റൈസ് ബ്രാൻ ഓയിൽ 34 രോഗങ്ങൾക്ക്, പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ എന്നൊക്കെ പറയുമ്പോൾ 5 മിനിറ്റ് അവരിയ്ക്കും. 6ാമത്തെ മിനിറ്റിൽ അവർക്ക് വിരക്തിയാവും. അപ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് പ്രസന്റ് ചെയ്യുക, അവരെ ചിരിപ്പിച്ചുകൊണ്ട് പ്രസന്റ് ചെയ്യുക. അങ്ങനെ നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക. എപ്പോഴും നമ്മുടെ മുഖത്തൊരു സ്മൈലിംഗ് ഫേസ്, പ്രത്യേകിച്ച് ഈ RCM ബിസിനസ്സിൽ അത് നമ്മളെ ഹെൽപ്പ് ചെയ്യും. എപ്പോഴും നമ്മുടെ ലീഡേഴ്സ് കഴിഞ്ഞ മീറ്റിങ്ങിലും പറഞ്ഞു എന്തൂസിയാസം വേണമെന്ന്, എനർജി വേണം. എനർജി ഉള്ളവരുടെ കൂടെയാണ് ആളുകൾ വരിക. എന്തൂസിയാസ്റ്റിക് ആയിരിക്കുന്നവരുടെ കൂടെ ആളുകൾ വരും. എനർജി ഇല്ല തണുപ്പന്മാരുടെ കൂടെ തണുപ്പന്മാർ പോലും വരില്ല എന്നാണ് നമ്മുടെ സജീവ് സാർ എപ്പോഴും കൊമ്പടി ഞമ്മക്കല്ല ഗ്രേറ്റ് ലീഡർ സജീവ് സാറ് പറയാറുള്ളത്. അപ്പൊ നമ്മൾ തണുപ്പനാണോ? എൻ്റെ ടീമിൽ എന്നെ പോലെയുള്ള ഒരു ലീഡർ ഉണ്ടായാൽ ഞാൻ സന്തോഷിക്കുമോ? അല്ലെങ്കിൽ എൻ്റെ ടീമിൽ ഒരു ആക്റ്റീവ് ആയിട്ടുള്ള ഒരാളാണോ, എനർജി ഉള്ള ഒരാളാണോ, എന്തൂസിയാസ്റ്റിക് ആയിട്ടുള്ള ഒരാളാണോ വരാൻ ഞാൻ ആഗ്രഹിക്കുന്നത്? തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന എൻ്റെ ടീമിൽ ഒരു അടിപൊളി മൂർത്തി സാറ് വരണം എന്നാണ് ആഗ്രഹിക്കുക, അല്ലേ? അപ്പോൾ
ഞാൻ മൂർത്തി സാറിനെ പോലെ ആവുന്നുണ്ടോ എന്നുള്ളതും ഞാൻ അഖില മേഡത്തിനെ പോലെ ആവുന്നുണ്ടോ എന്നുള്ളതും നമ്മൾ ചിന്തിക്കണം. അപ്പൊ ഞാൻ എനർജറ്റിക് ആണോ, ഞാൻ enthusiastic ആണോ, എങ്കിലല്ലേ എൻ്റെ കൂടെ വരുന്നവരോട് അവരെയും അങ്ങനെ എനിക്ക് ആഗ്രഹിക്കാൻ അധികാരമുള്ളൂ എന്നുള്ളത് നമ്മൾ വിചാരിക്കുക. അപ്പൊ നമ്മൾ എല്ലാ രീതിയിലും ഒരു ലീഡറായിട്ട് മാറുക, ലീഡ് ബൈ എക്സാമ്പിൾ ആയിട്ട് മാറുക, മറ്റുള്ളവരെ സ്നേഹിക്കുക, മറ്റുള്ളവർക്ക് നന്മകൾ പറഞ്ഞു കൊടുക്കുക, മറ്റുള്ളവരെ സർവീസ് മൈൻഡിൽ കാണുക. RCMലെ സെയിൽ എന്ന് പറഞ്ഞ സെയിലല്ല, ഒരു സർവീസ് ആണ്, ഹെൽപ്പിംഗ് അതേഴ്സ് ആണെന്ന് എപ്പോഴും പറയും. അതേപോലെ ഒരു ഹെൽപ്പിംഗ് അതേഴ്സ് മെന്റാലിറ്റിയിൽ വേണം നമ്മൾ കാര്യങ്ങൾ ചെയ്യാൻ. വരാതിരിക്കുന്നവരോടോ എതിർക്കുന്നവരോടോ ദേഷ്യം വേണ്ട,